ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. KV അനിൽ എഴുതിയ നോവൽ DNA. മഴ ഇടയ്ക്കൊന്ന് ശാന്തമായിട്ട് വീണ്ടും ശക്തിയാർജിച്ചു. അറബുകാട് ബംഗ്ലാവിൻ്റെ ഔട്ട് ഹൗസിനുള്ളിൽ ആഘോഷം പൊടിപൊടിക്കുകയായിരുന്നു. ജയമോഹൻ തമ്പിയും SP വിജയചന്ദ്രനും പൂപ്പതി കാർത്തികേയനും വീരബാഹുവും ദ്രാവിഡമണിയും മഴയിലേക്ക് ഒരു ജീപ്പ് കൂടി വന്നു നിന്നു. നിവൃത്തിപ്പിടിച്ച ഒരു കുടയുമായി SI രാജു നാരായണൻ ജീപ്പിനടുത്തേക്ക് ഓടിച്ചെന്നു. കുടയുടെ കീഴിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടർ മാർട്ടിൻ ജോസ് വന്നു. ഔട്ട് ഹൗസിനുള്ളിലേക്ക് രാജു നാരായണൻ മാർട്ടിൻ ജോസിനെ ആനയിച്ചുകൊണ്ടുവന്നു. എന്തായി മാർട്ടിനെ? കിട്ടിയോ അവൻ്റെ പ്രേതം? SP വിജയചന്ദ്രൻ മാർട്ടിൻ ജോസിനെ നോക്കി. അമരാവതി പാലത്തിന് താഴെ വല കെട്ടിയിട്ടുണ്ട്. കിട്ടിയാൽ തന്നെ 4-5 കഷ്ണമായിട്ട് കിട്ടൂ. 6 ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നിറഞ്ഞതാ അമരാവതി പുഴ. ചീങ്കണ്ണികൾ വേറെ. നമ്മുടെ നെയ്യാറ് പോലെയാ. ചന്ദ്രമൗലിയെ അവന്മാര് കഷ്ണങ്ങളായി തിന്നും. ചീങ്കണ്ണികളുടെ വായിൽ ചന്ദ്രമൗലി പാർട്സായി. ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാ അത്, അല്ലേ? മാർട്ടിനെ. ജയമോഹൻ തമ്പി പതിയെ തിരിഞ്ഞു. പുഴയിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ അവൻ രക്ഷപ്പെട്ടാൽ, ഒഴുക്കിൽപ്പെട്ടോ ചുഴിയിൽപ്പെട്ടോ കരയ്ക്കടിഞ്ഞാൽ വനത്തിൽ എവിടെയെങ്കിലും അവന് ഒരു ഷെൽട്ടർ. അതിന് മറുപടി പറഞ്ഞത് ദ്രാവിഡമണിയാണ്. അതിനുള്ള സാധ്യത കുറവാ ജയമോഹൻ സാറേ. വനത്തിൻ്റെ ഉള്ളിലുള്ളത് ചീങ്കണ്ണിയുടെ തോൽ ഉരിച്ചെടുക്കുന്ന തമിഴ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാ. പുറത്തുനിന്ന് വരുന്ന ആരെയും അവർ അവിടെ പ്രവേശിപ്പിക്കില്ല. കുത്തിക്കീറി പുഴയിൽ കളയും. അപ്പം ആ വഴിയും അടഞ്ഞു. മണി. ജയമോഹൻ തമ്പി തിരിഞ്ഞ് ദ്രാവിഡമണിയെ നോക്കി. ഇനി ആ തള്ളയും മോളും അതും കൂടി തീർന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വഴി നോക്കി പോവാം. അവരെ ചന്ദ്രമൗലിയുടെ സുഹൃത്തുക്കൾ എവിടെയോ ഒളിപ്പിച്ചു താമസിപ്പിച്ചിട്ടുണ്ട്. ദ്രാവിഡമണി അതിന് മറുപടി പറഞ്ഞില്ല. പകരം മണിയുടെ മുഖത്തൊരു ചിരിയുണ്ടായി. അറബുകാട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് രേവതിയും ഉണ്ണിമായയും കാണുന്നുണ്ടായിരുന്നു ഈ ആഘോഷം. അമ്മേ. ഉണ്ണിമായ കരഞ്ഞുകൊണ്ട് രേവതിയെ ചുറ്റിപ്പിടിച്ചു. മൗലിയെ അവർ കൊന്നു കാണുമോ അമ്മേ? രേവതി അതിന് മറുപടി പറഞ്ഞില്ല. അവരുടെ കണ്ണിൽ ഒരു നീർപ്പോള നീറിക്കൊണ്ടിരുന്നു. കൊന്നത് അവരല്ല, ഞാനാ. രേവതി പിറുപിറുത്തു. അവനെ ഞാൻ എൻ്റെ മകനായി സ്വീകരിച്ചിരുന്നെങ്കിൽ ആരും തൊടത്തില്ലായിരുന്നു എൻ്റെ മൗലിയെ. രേവതിയുടെ ചുമലിലേക്ക് മുഖമമർത്തി ഉണ്ണിമായ ഒന്ന് ഏങ്ങി. ഇനിയാ അമ്മയെയും മകളെയുമെങ്കിലും ഈ ചെന്നായ്ക്കള് കൊല്ലാതെ നോക്കണം. രേവതി പതിയെ തിരിഞ്ഞു. മഴയുടെ ശക്തി ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരുന്നു. കരയാൻ പോലും മറന്ന അവസ്ഥയിലായിരുന്നു ചിലങ്ക. കട്ടിലിൻ്റെ അരികിലിരുന്ന് ചിലങ്കയുടെ മുടി തഴുകുകയായിരുന്നു സുധ. കാര്യം, ഞാൻ അവനുമായുള്ള ബന്ധത്തെ എതിർത്തിരുന്നു. പക്ഷേ അവന് നിന്നെ ജീവനായിരുന്നെന്ന് എനിക്കറിയാമായിരുന്നടി. ഇപ്പം അവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായെന്ന് കേട്ടപ്പോൾ ചിലങ്ക ശക്തമായി ഒന്നേങ്ങി. ഓരോരുത്തരും നഷ്ടപ്പെടുമ്പോഴാ അവർ നമുക്ക് എത്ര പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. ശക്തമായ ഏങ്ങലിൽ ചിലങ്കയുടെ ചുമൽ വിറച്ചുകൊണ്ടിരുന്നു. നീയൊന്ന് കരയാതിരിക്കെ ചിലങ്കേ. സുധയ്ക്കും കരച്ചിൽ വന്നു. എനിക്ക് കാണാൻ വയ്യ ഈ കരച്ചിൽ. ഒന്ന് നിർത്തിയിട്ട് സുധ ചിലങ്കയുടെ നെറുകയിൽ ചുണ്ടു ചേർത്തു. ഒരു കല്യാണത്തിനും അമ്മ നിന്നെ ഇനി നിർബന്ധിക്കില്ല. മൗലിയെ മറക്കാൻ നിന്നോട് ഞാൻ പറയില്ല. ജീവിക്കാൻ ആരും സമ്മതിക്കില്ലെങ്കിൽ നമുക്ക് മരിക്കാം. അല്ലെങ്കിൽ ഈ നാടുവിട്ടു പോവാം. ചിലങ്ക പതിയെ തലതിരിച്ച് അമ്മയെ ഒന്ന് നോക്കി. നീർത്തുളുമ്പി നിൽക്കുന്ന കണ്ണുകളിൽ ഒരു കനൽപ്പൊട്ട് ജ്വലിച്ചു തുടങ്ങുന്നത് സുധ കണ്ടു. എന്താ മോളെ? സുധ ഭീതിയോടെ ചിലങ്കയെ നോക്കി. ആ കല്യാണം നടക്കണം. ചിലങ്കയുടെ മുഖം വലിഞ്ഞു മുറുകി. ഏത് കല്യാണം? സുധയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അറവുകാട്ടെ ജയമോഹൻ തമ്പി എനിക്ക് കൊണ്ടുവന്ന ആലോചന. അയാളുടെ അനുജൻ അനന്തമോഹൻ തമ്പിക്ക് വേണ്ടി. അത് നടക്കണം. മോളെ. സുധ പകച്ചുപോയി. വേണം. തീർപ്പ് കൽപ്പിക്കുന്നത് പോലെയായിരുന്നു ചിലങ്കയുടെ സ്വരം. ജീവിതത്തിൽ ഇത്രയും കാലം നമ്മൾ പുഴുക്കളെപ്പോലെ ജീവിച്ചു. ഇനി വയ്യ എനിക്ക്. കരയാനും വയ്യ, നീറി ഒടുങ്ങാനും വയ്യ. മരിച്ചുപോയവരോടുള്ള ആത്മാർത്ഥതയുടെ പേരിൽ എൻ്റെ ജീവിതം കളയാനും വയ്യ. പെട്ടെന്ന് ഒരാവേശമുണ്ടായതുപോലെ ചിലങ്ക എണീറ്റു. മുടി വാരിക്കെട്ടിക്കൊണ്ട് അവൾ സുധയെ നോക്കി. എനിക്ക് വിശക്കുന്നു. ചോറിരിപ്പുണ്ടെങ്കിൽ എടുക്ക്. പിന്നെ നാളെ രാവിലെ ജയമോഹൻ തമ്പിയെ വിളിച്ചു പറയുക കല്യാണത്തിന് എന്നെ സമ്മതിപ്പിച്ചെന്ന്. രാത്രി 12:10. ചാറ്റൽ മഴയിലൂടെ ജീപ്പ് ഓടിക്കൊണ്ടിരുന്നു. ആന്റണിയായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ. ഉറക്കം തൂങ്ങുന്ന മിഴികൾ വലിച്ചു തുറന്ന് അക്ബർ അലി കോ ഡ്രൈവർ സീറ്റിലിരിപ്പുണ്ട്. വെള്ളം എടുക്കാൻ ചെന്നപ്പോൾ ചായക്കടയിലെ കുമാരൻകുട്ടിച്ചേട്ടൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അക്ബർ അലി തലതിരിച്ച് ആന്റണിയെ നോക്കി. നമ്മുടെ ദേവരാജനെ ഒന്ന് സൂക്ഷിച്ചോണമെന്ന്. അവൻ്റെ ഭാഗത്ത് എന്തോ ഒരു കള്ളത്തരമുണ്ടെന്ന്. അതല്ലേ ആ പന്നിയെ ഞാൻ ഒപ്പം കൂട്ടാതിരുന്നത്. ജീപ്പ് വ്യാളിപുരം കഴിഞ്ഞു.
നമ്മളീ മുതുപാതിരയ്ക്ക് മൗലിയുടെ അമ്മയും പെങ്ങളെയും കാണാൻ പോവേണ്ട കാര്യമുണ്ടോ ആന്റണി? പകൽവെട്ടത്തിൽ നമുക്ക് പോവാൻ പറ്റത്തില്ലല്ലോ. ആന്റണി ചിരിച്ചു. അവരെ അവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറ്റണം ആന്റണി. കൊടുങ്കാട്ടിൽ കാട്ടാനകൾക്കും രാജവെമ്പാലകൾക്കും നടുവിൽ ഒരു അമ്മയും മകളും. ഹോ! അക്ബർ അലി തല ഒന്നു കുടഞ്ഞു. എൻ്റെ അമ്മയെയും പെങ്ങന്മാരെയുമാ ഞാൻ ആ സമയം ഓർക്കുന്നത്. അവരെ വേറൊരിടത്തേക്ക് മാറ്റാനുള്ള പദ്ധതിയൊക്കെ ശരിയായിട്ടുണ്ട്. മിക്കവാറും നാളെ തന്നെ മാറ്റാം. അതേയോ? അക്ബർ അലിക്ക് സമാധാനമായി. നിനക്ക് എത്ര പെങ്ങന്മാരടാ അക്ബറെ? ആന്റണി തലതിരിച്ച് അക്ബർ അലിയെ നോക്കി. 2. എന്താ? കെട്ടിച്ചു വിടണ്ടേ രണ്ടിനെയും? കാശ് വേണ്ടേ ആന്റണി? കാശ്. ആന്റണി ഒന്ന് ചിരിച്ചു. പിന്നെ ജീപ്പിന്റെ ഡാഷ്ബോർഡിൽ നിന്ന് 500-ന്റെ ഒരു കെട്ട് നോട്ടെടുത്ത് അക്ബർ അലിയുടെ മടിയിലേക്കിട്ടു. മതിയോ? അക്ബർ അലി അമ്പരന്ന് പോയി. പോരെ? 500-ന്റെ ഒരു കെട്ട് നോട്ട് കൂടി എടുത്ത് ആന്റണി അക്ബർ അലിയുടെ മടിയിലേക്കിട്ടു. ഇതും എടുത്തോ. എവിടുന്നാ നിനക്ക് ഇത്രയും കാശ്? അക്ബർ അലി ആന്റണിയെ തുറച്ചു നോക്കി. അപ്പം തിന്നാൽ പോരെ മോനെ, കുഴിയെണ്ണണോ? നീ പറ ആന്റണി. അക്ബർ അലിയുടെ സ്വരം മാറി. എടാ അതു പിന്നെ. ആന്റണി ജീപ്പ് റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. പുറമ്പോക്കിൽ നിൽക്കുന്ന മരങ്ങൾ നമ്മൾ മുറിച്ചു വിൽക്കാറില്ലേ? അതുപോലെ ഞാനൊരു കച്ചവടം നടത്തി. അക്ബർ അലിയുടെ കണ്ണുകൾ കൂർത്തു. മനസ്സിലായില്ല. എടാ, ഞാൻ പറയുമ്പം ആദ്യം നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ പ്രായോഗികമായി ചിന്തിക്കണം. ഇപ്പോൾ മൗലിയില്ല. ചന്ദ്രമൗലി മരിച്ചു. എല്ലാവരും അറിഞ്ഞു അത്. ഇനി മൗലിക്ക് വേണ്ടി നമ്മൾ നിന്നാൽ പോലീസും അറവുകാടുകാരും പൂപ്പതിക്കാരും ഒന്നിച്ച് നമ്മളെ വേട്ടയാടും. അതിന്? അക്ബർ അലിയുടെ സ്വരം വിറച്ചു. മൗലിയുടെ അമ്മയെയും പെങ്ങളെയും ഞാൻ അറവുകാടുകാർക്ക് വിറ്റു. ചുമ്മാതല്ല, 3 ലക്ഷം രൂപയ്ക്ക്. പാതി നിനക്ക 1.5 ലക്ഷം. നായിൻ്റെ മോനെ. അക്ബർ അലി കാലുയർത്തി ആന്റണിയുടെ നെഞ്ചിൽ ഒരു ചവിട്ടി ചവിട്ടി. ആന്റണി തെറിച്ച് പുറത്തേക്ക് പോയി. അക്ബർ അലി പുറത്തേക്ക് കുതിച്ചു വന്നു. പിന്നെ ആന്റണിയെ കോളറിൽ പിടിച്ചുയർത്തി. പല തന്തയ്ക്ക് പിറന്ന പന്നി. 5 നേരം അള്ളാവിനെ വിളിച്ച് നിസ്കരിക്കുന്ന ഇസ്ലാമാ ഞാൻ. നല്ല മുസൽമാന് ആരെയും ചതിക്കാൻ കഴിയത്തില്ലട നായെ. അടുത്ത നിമിഷം അടിവയറ്റിൽ വേദനയുള്ള തണുപ്പ് പൂളിക്കയറിയത് അക്ബർ അലി അറിഞ്ഞു. ഒരു പിടച്ചിലൂടെ അക്ബർ അലി മിഴി താഴ്ത്തി. പൊക്കിളിന് താഴെ ഒരു സ്റ്റീൽ കത്തി പിടിയോളം താഴ്ന്നിറങ്ങി നിൽക്കുന്നത് കണ്ടു. ആപ്പിൾ നൈഫാ. ഇപ്പം പൊക്കിൾ നൈഫായി. കളമാറി ചവിട്ടിയത് പാവം ദേവരാജനല്ല അക്ബറെ, ഞാനാ. ആന്റണി കത്തി വലിച്ചൂരിയതും അക്ബർ അലി പിന്നിലേക്ക് മലർന്നു വീണു. ഒരു സുമോവാൻ ദൂരെ നിന്ന് വരുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ദ്രാവിഡമണിയും ആളുകളും ഇറങ്ങി. അക്ബർ അലി നടുറോഡിൽ കിടന്ന് പിടയ്ക്കുന്നത് അവർ കണ്ടു. അക്ബർ ചക്രവർത്തിക്ക് നടുറോഡിൽ മരണം. ബീർബലിന്റെ കൈകൊണ്ട്. ദ്രാവിഡമണി ചിരിച്ചുകൊണ്ട് ആന്റണിയുടെ ചുമലിൽ കൈവച്ചു. എൻ്റെ 4 പിള്ളേര് കൂടെ വരുന്നുണ്ട്. ആ തള്ളയുടെ കഴുത്തൊടിച്ച് കുഴിച്ചു മൂടാൻ അവന്മാര് മതി. പെണ്ണിനെ നേരെ മുതലമടയിലെ അറവുകാട് ഗോഡൌണിലേക്ക് കൊണ്ടുവന്നാൽ മതി. ആന്റണി തലകുലുക്കി. അക്ബർ അലിയുടെ ശരീരം ഗുണ്ടകൾ കാലിൽ പിടിച്ച് റോഡരികിലെ പൊന്തക്കാടിന് നേരെ വലിച്ചുകൊണ്ടുപോയി. ചന്ദ്രമൗലി മുറ്റത്തു വന്നു നിന്ന് വിളിക്കുന്നത് കേട്ടാണ് ഉമാശങ്കരി ഉണർന്നത്. കരിമ്പടത്തിനുള്ളിൽ പവിത്രജ്വാല സുഖമായി ഉറങ്ങുകയാണ്. അമ്മേ. ചന്ദ്രമൗലിയുടെ വിളി വീണ്ടും കേട്ടതുപോലെ ഉമാശങ്കരിക്ക് തോന്നി. ഉമാശങ്കരി പിടഞ്ഞെണീറ്റു. പിന്നെ ജനൽ അല്പം തുറന്നു നോക്കി. നീല നിറമുള്ള നിലാവിൽ വനത്തിൽ പ്രേതത്തെപ്പോലെ കാറ്റ് അലറി ആർക്കുന്നത് കാണാം. ദൂരെ എവിടെയോ കാട്ടാനകൾ മരച്ചില്ല വലിച്ചൊടിക്കുന്നതിൻ്റെ ശബ്ദം. സമയം എത്രയായിട്ടുണ്ടാവും? ഉമാശങ്കരിക്ക് ഒരു ഊഹവുമുണ്ടായില്ല. ചന്ദ്രമൗലി ഇപ്പോൾ എവിടെയാവും? പകൽ ആരും വരാത്തതുകൊണ്ട് ഒരു വിവരവുമില്ല. പെട്ടെന്ന് അങ്ങു ദൂരെ മരങ്ങൾക്കിടയിൽ പ്രകാശം ചിതറുന്നത് ഉമാശങ്കരി കണ്ടു. പ്രകാശം മുൻപോട്ട് വരികയാണ്. ഒരു ജീപ്പ് കാട്ടുപാതയിലൂടെ ആടിക്കുലുങ്ങി വരുന്നത് നിലാവെട്ടത്തിൽ ഉമാശങ്കരി കണ്ടു. അധ്യായം 21. ഉമാശങ്കരിയുടെ കണ്ണുകളിൽ ഒരു പിടപ്പുണ്ടായി. വനത്തിലൂടെ വരുന്ന ജീപ്പിന്റെ വെളിച്ചം അവൾക്ക് കാണാമായിരുന്നു. ഇടയ്ക്കത് മരക്കൂട്ടങ്ങൾക്കിടെ മറയുന്നു. പിന്നെ വീണ്ടും തെളിഞ്ഞു വരുന്നു. അടുത്ത നിമിഷം മഴ ഇരച്ചു വീഴാൻ തുടങ്ങി. ഉമാശങ്കരി ധൃതിയിൽ തിരിഞ്ഞ് പവിത്രയുടെ അടുത്തേക്ക് വന്നു. പവി, ഡി. ഉമാശങ്കരി പവിത്രയെ കുലുക്കി വിളിച്ചു. 2ാമത്തെ വിളിക്ക് പവിത്ര ഉണർന്നു. എന്നമ്മ? ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നു. വണ്ടിയോ? പവിത്ര എണീറ്റിരുന്ന് അഴിഞ്ഞുപോയ മുടി വാരിക്കെട്ടി. വണ്ടി ജീപ്പാണെന്ന് തോന്നുന്നു. ഈ സമയത്ത് ആര്? പവിത്രയുടെ കണ്ണുകളിൽ ആപത്ശങ്ക നിഴൽ വീഴ്ത്തി. അവൾ ധൃതിയിൽ എണീറ്റ് ജനലിനടുത്തേക്ക് വന്നു. ജീപ്പിന്റെ വെളിച്ചം വീണ്ടും മരക്കൂട്ടങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. വണ്ടി കയറ്റം കയറി വരികയാണ്. ചെളിക്കുണ്ടുകൾക്ക് മീതെ ചക്രം ഇറുക്കിപ്പിടിച്ച് കയറുന്നതിൻ്റെ അലർച്ച കേൾക്കാം.
അമ്മ. പവിത്രജ്വാല വെട്ടിത്തിരിഞ്ഞു. നമ്മൾ എന്തെങ്കിലും ഉടൻ ചെയ്യണം. വരുന്നത് ശത്രുവാണോ മിത്രമാണോ എന്നെങ്ങനെ തിരിച്ചറിയും? നമ്മൾ എന്തു ചെയ്യും മോളെ? വിഹുലമായിരുന്നു ഉമാശങ്കരിയുടെ സ്വരം. ആരാണ് വരുന്നത് എന്ന് നോക്കാം. ജീപ്പിന്റെ വെളിച്ചം ഏതാണ്ട് 200 മീറ്റർ അടുത്തെത്തി. പവിത്രജ്വാല തിരിഞ്ഞ് കട്ടിൽ തലയ്ക്കൽ ചാരി വെച്ചിരുന്ന ഒരു ഇരുമ്പ് വടിയെടുത്തു. പകൽ വീടിനുള്ളിൽ തിരഞ്ഞ് സ്വയരക്ഷയ്ക്കായി അവൾ തന്നെ കണ്ടെത്തിയതായിരുന്നു അത്. ജീപ്പിന്റെ അലർച്ചയും പ്രകാശവും കുറെ കൂടി അടുത്തു. 100 മീറ്റർ അപ്പുറത്ത് പൊന്തക്കാടുകളിലേക്ക് ഇടിച്ചു കയറി ജീപ്പ് നിൽക്കുന്നത് കണ്ടു. വണ്ടിയുടെ ബോണറ്റിലും ഫ്രണ്ട് ഗ്ലാസിലും വലിയ മഴത്തുള്ളികൾ വീണ് ചിതറുന്നതിന്റെ ശബ്ദം മഴയ്ക്കിടയിലും ഉയർന്നു കേൾക്കാം. ജീപ്പിൽ നിന്ന് മഴക്കോട്ട് ധരിച്ച 8 പേർ പുറത്തേക്കിറങ്ങുന്നത് ഉമാശങ്കരിയും പവിത്രയും കണ്ടു. മുന്നിൽ നിന്നയാൾ കെട്ടിടത്തിനു നേരെ വിരൽ ചൂണ്ടുന്നു. മറ്റുള്ളവർ ഒരു നിമിഷം നോക്കി നിന്നിട്ട് അയാൾക്ക് പിന്നാലെ മുന്നോട്ട് നടക്കുന്നു. 4 പേരുടെ കയ്യിൽ നീളമേറിയ മടവാൾ കണ്ടു. ഒരാളുടെ കയ്യിൽ തോക്കാണെന്ന് തോന്നി. കടുത്ത തണുപ്പിനിടയിലും ഇരുമ്പുവടി പിടിച്ചിരുന്ന പവിത്രയുടെ ഉള്ളംകൈ വിയർപ്പിൽ കുതിർന്നു. 8 സംഘം പഴയ കെട്ടിടത്തിന് 20 അടി അകലെ എത്തിയിരുന്നു. അടുത്ത നിമിഷം അതിശക്തമായി ഇടിമിന്നലുണ്ടായി. കുറെ ദൂരത്ത് ഒരു പച്ചിലക്കൊമ്പ് നിന്ന് എരിയുന്നത് ഉമാശങ്കരിയും പവിത്രയും കണ്ടു. മഴയും കാറ്റും ഒന്നുകൂടി വേഗമെടുത്തു. വെളുപ്പിന് 4 മണി മുതൽ അമരാവതി പുഴയിൽ കേരള തമിഴ്നാട് പോലീസ് സംയുക്തമായ തിരച്ചിൽ തുടങ്ങിയിരുന്നു. ചന്ദ്രമൗലിയുടെ ശരീരത്തിനു വേണ്ടിയാണ് തിരച്ചിൽ. തിരുമൂർത്തിക്കുന്നിലെ ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു SP ശങ്കർ മേനൻ. ജയമോഹൻ തമ്പി രാത്രി തന്നെ മടങ്ങിപ്പോയിരുന്നു. വെളുപ്പിന് തന്നെ എല്ലാ മലയാള പത്രങ്ങളും SP-ക്ക് മുന്നിലെത്തിയിരുന്നു. പാലക്കാട് എഡിഷനിൽ 1-ാം പേജിൽ തന്നെ ഉണ്ടായിരുന്നു വാർത്ത. കൊലക്കേസ് പ്രതി രക്ഷപ്പെടുന്നതിനിടെ പോലീസിന്റെ വെടിയേറ്റ് പുഴയിൽ വീണു. പോലീസിന്റെ പിടിപ്പുകേടെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പത്രങ്ങൾ പറയുന്നുണ്ട്. ദുരൂഹത അവന്റെയൊക്കെ അമ്മയുടെ. ഒരു വലിയ കോപ്പ നിറയെ കട്ടൻ കാപ്പി ഊതി കുടിച്ചുകൊണ്ടായിരുന്നു ശങ്കർ മേനൻ പത്രം വായിച്ചത്. ഉദുമൽപേട്ട സർക്കിൾ ഇൻസ്പെക്ടർ സെൽവരാജ് കതിരവൻ ടൈഗർ ശങ്കറിന് എതിരെയുള്ള കസേരയിലിരിപ്പുണ്ടായിരുന്നു. സെൽവരാജേ, കിട്ടുമോ അവന്റെ പ്രേതം? അതോ അവൻ ചത്തോ ഇല്ലയോ എന്ന് കൃത്യമായി ഉറപ്പിക്കാനാവാതെ ഞാൻ മല ഇറങ്ങണോ? കണ്ടിപ്പാ കിടക്കും സാർ. ആനാൽ സെൽവരാജ് കതിരവൻ ഒന്ന് നിർത്തി. കയ്യ്, കാല്, തല ഒന്നും കാണില്ല. എല്ലാമേ സീങ്കണ്ണി സാപ്പിടും. അതുക്കപ്പുറം ബാലൻസ് പോർഷൻ ഏതാവത്? മതി. ടൈഗർ ശങ്കറിന്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായി. സർക്കാരിന് ടേപ്പ് വെച്ച് അളക്കാനും കുഴിച്ചിടാനുമായി എന്തെങ്കിലും ഒരു കോപ്പ് കിട്ടിയാൽ മതി. മള റൊമ്പ ഹെവിയായിരിക്കു സാർ. അതിനാലേ മുതല തിന്നില്ലെങ്കിൽ തന്നെ എന്തിന് സാറേ? 2 ഈയക്കട്ട അവന്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. കുറച്ച് മാറി നിന്നിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ മാർട്ടിൻ ജോസ് ടൈഗർ ശങ്കർ മേനന്റെ അടുത്തേക്ക് വന്നു. 60 അടി താഴ്ചയിൽ നിലയില്ലാ കയത്തിൽ വെള്ളത്തിലേക്കുള്ള വീഴ്ചയുടെ ആഘാതം, വെടിയുണ്ട കയറിയ 2 മുറിവുകളിൽ നിന്നുള്ള ചോരയുടെ കുത്തൊഴുക്ക്, അതിനു പുറമേയാ വെള്ളത്തിലെ ചീങ്കണ്ണികൾ. ഒരുത്തൻ ചാവാൻ ഇത്രയും സന്നാഹങ്ങൾ വേണോ സാറേ? ഒറ്റ വെടിക്ക് തന്നെ തീർന്നിട്ടുണ്ട് നായിൻ്റെ മോൻ. അത്രയ്ക്കങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ മാർട്ടിനെ. വെടിയുണ്ട 2ഉം തൊലിക്കടിയിലൂടെയാണ് കയറിപ്പോയതെങ്കിൽ അങ്ങനെ വരുമോ സാർ? മാർട്ടിന് അതത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. വെടിവെച്ചത് നമ്മുടെ പോലീസല്ലേ മാർട്ടിനെ? അത്രയ്ക്ക് വിശ്വാസമാ എനിക്ക് നിങ്ങളുടെയൊക്കെ കഴിവിൽ. തറയിലൂടെ ഉരുണ്ടുപോയ അവനെ കൺമുൻപിലിട്ട് തീർക്കാൻ കഴിയാതെ വന്നവരാ. അവൻ എയറിൽ നിൽക്കുമ്പോൾ വെടിവെച്ച ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഉടനെ അറിയാം വെടികൊണ്ടത് ചക്കിനാണോ കൊക്കിനാണോ എന്ന്. വെടികൊണ്ടു എന്നുള്ളത് ഉറപ്പാ സാറേ. അവന്റെ ചുമലിൽ ബുള്ളറ്റ് കയറുന്നത് ഞാൻ കണ്ടതാ. പിന്നെ അവന്റെ തോളയിലല്ലേ തലച്ചോറിരിക്കുന്നത്? ശങ്കർ മേനൻ എണീറ്റു. 3 ദിവസം കഴിയുമ്പം അറിയാം. അവൻ ചത്തിട്ടില്ലെങ്കിൽ നമുക്ക് തലവേദനയാ. വെറും തലവേദനയല്ല, നല്ല ഒന്നാന്തരം ചെന്നിക്കുത്ത്. നിൽക്കുന്ന നിൽപ്പിൽ ചിലപ്പം തൊപ്പി തെറിച്ചു പോവും. ശങ്കർ മേനൻ തിരിഞ്ഞ് സെൽവരാജ് കതിരവനെ നോക്കി. ആ ചക്കിലയ കോളനിയിലും വനത്തിലും നിങ്ങൾക്ക് ഇൻഫോമർ ഉണ്ടെങ്കിൽ വിവരം തിരക്കണം. മുറിവ് പറ്റിയ ഒരാൾ. കണ്ടിപ്പാ സാർ, അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശങ്കർ മേനൻ കണ്ടില്ലേട എന്ന മട്ടിൽ മാർട്ടിൻ ജോസിനെ നോക്കി. ജനലിലൂടെ പുറത്ത് അമരാവതി പുഴയിലെ വെളിച്ചങ്ങൾ കാണാമായിരുന്നു. 4 വള്ളങ്ങളും 6ഓളം വട്ടത്തോണികളും വെള്ളത്തിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. ശങ്കർ മേനൻ പുറത്തേക്ക് വന്നു. പുറത്തു നിന്നാൽ ഫോണിന് റേഞ്ച് കിട്ടും. 7 മണിയായപ്പോൾ ജയമോഹൻ തമ്പിയുടെ കോൾ വന്നു. ടൈഗർ ശങ്കർ ഫോണെടുത്ത് കാതോട് ചേർത്തു. കിട്ടിയോ സാറേ അവനെ? ജയമോഹൻ തമ്പിയുടെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു. പാതാളക്കരണ്ടി എറിഞ്ഞ് തെരയുക ജയ, ആ നായിൻ്റെ മോനു വേണ്ടി. ടൈഗർ ശങ്കർ മേനൻ മുറ്റത്തേക്കിറങ്ങി. താൻ ഇന്നലെ രാത്രി തന്നെ തിരിച്ചു ഓടിപ്പാഞ്ഞത് എന്തിനാടോ മുതലമടയ്ക്ക്? ഇവിടെ രാത്രിയിൽ ചില കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും കാര്യം. എന്നിട്ട് തീർത്തോ രണ്ടിനെയും?
ആ പെണ്ണിനെ എനിക്കൊന്ന് പരിചയപ്പെടുത്താം എന്ന് താൻ പറഞ്ഞിരുന്നു. ശങ്കർ മേനൻ ഉച്ചത്തിലൊന്ന് ചിരിച്ചു. നമ്മുടെ ആളുകൾ നേരിട്ട് ഇടപെട്ടല്ല സാറേ ആ ഓപ്പറേഷൻ. അവൻ്റെ കൂടെയുള്ള ഒരുത്തനെ വിലക്കെടുത്തു, ഒരു ആന്റണിയെ. അവൻ തന്നെ ആളുകളെ ഇടപാടാക്കിയത്. നമ്മുടെ ആളുകൾ മാറി നിന്നേക്കാൻ ഞാൻ പറഞ്ഞു. നാളെ ഒരു കേസും ബഹളവും വന്നാൽ അവനും അവൻ്റെ കൂട്ടത്തിലുള്ളവരും തമ്മിലുള്ള ഒരു പ്രശ്നമായേ പുറംലോകം അറിയൂ. ജയമോഹൻ തമ്പി ഒന്ന് നിർത്തി. ആന്റണിയും അവൻ്റെ ആളുകളും ചേർന്ന് തള്ളയെയും മകളെയും വെളുപ്പിന് പൊക്കിയെന്ന എനിക്ക് കിട്ടിയ വിവരം. തള്ളയെയും മകളെയും തീർത്തു കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. കൊല്ലുന്നതിന് മുൻപ് മകളെ നമുക്കൊന്ന് വിശദമായി പരിചയപ്പെടുകയും ചെയ്യാം. ആദ്യം ഈ ബഹളമൊന്ന് തീരട്ടെ. എവിടെങ്കിലും ഒന്ന് പാളിയാൽ നാട്ടുകാരിൽ ഒരു വിഭാഗമെങ്കിലും നമുക്കെതിരാവും. ചിലങ്കയുടെ കാര്യം അതറിയാനായിരുന്നു ശങ്കർ മേനന് ധൃതി. അതു പറയാം. എൻ്റെ സ്വരത്തിന് ഒരു ഉണർവ് സാറ് കണ്ടില്ലേ? രാവിലെ 7 മണിക്ക് അവളുടെ അമ്മ വിളിച്ചു. കല്യാണത്തിന് രാത്രി തന്നെ അവൾ സമ്മതിച്ചെന്ന്. അതെയോ? അതെ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്ത് പ്രാക്ടിക്കലാണെന്ന് ചിന്തിച്ചേ. കാമുകൻ തട്ടിപ്പോയി എന്നറിഞ്ഞതും അവൾ അടുത്ത കരപറ്റി. രാവിലെ തന്നെ അവളുടെ വീട്ടിലേക്ക് ഒരു വണ്ടി പോയിട്ടുണ്ട്, തള്ളയെയും മകളെയും പാലക്കാട്ടെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. വന്നിട്ട് ബാക്കി മറുപടി ജയമോഹൻ തമ്പിയുടെ ചിരിയിലുണ്ടായിരുന്നു. 10 മണിയോടെ ഒരു ടാറ്റ സഫാരി ചിലങ്കയുടെ വീടിൻ്റെ മുന്നിലെത്തി. നമുക്ക് പോണം മോളെ ഫ്ലാറ്റിലൊക്കെ. സുധയ്ക്ക് ഭയമായിരുന്നു. പോണം. ചിലങ്കയുടേത് ഉറച്ച സ്വരമായിരുന്നു. ജീവിതത്തിലെ ഒരു സുഖവും ഒരു സൗകര്യവും ഇനി നമ്മൾ വേണ്ടെന്ന് വെക്കില്ല. മോളെ നീ. സുധയ്ക്ക് ചിലങ്കയുടെ ഭാവം മനസ്സിലായില്ല. അമ്മ, ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി. ചിലങ്കയുടെ മിഴികളിൽ ഒരു ശാന്തതയായിരുന്നു. തലമുടി പറ്റെ വെട്ടിയ കറുത്തു തടിച്ച ഒരു മനുഷ്യനായിരുന്നു കാർ കൊണ്ടുവന്നത്. നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ജയമോഹൻ സാറ് പറഞ്ഞു. അയാൾ സുധയെയും ചിലങ്കയെയും നോക്കി. ചിലങ്കയെ നോക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ഒരു സഹതാപമുണ്ടായിരുന്നു. ഒന്നും എടുക്കേണ്ടെന്ന് ജയമോഹൻ സാറ് പ്രത്യേകിച്ച് പറഞ്ഞു. എല്ലാം ഫ്ലാറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ വരെ. ഒരു നിലവിളക്ക് വേണം. ചിലങ്ക അയാളെ നോക്കി. മറ്റൊരു വീട്ടിൽ താമസം തുടങ്ങുമല്ലേ? വിളക്ക് തെളിയിച്ച് കയറാനാ? സുധ അത്ഭുതത്തിൽ ചിലങ്കയെ നോക്കി. മകളുടെ മാറ്റം അവർക്ക് വിശ്വസിക്കാനാവുന്നതിനും അപ്പുറമായിരുന്നു. അരമണിക്കൂറിനകം ചിലങ്കയെയും സുധയെയും കൊണ്ട് ടാറ്റ സഫാരി ഫ്ലാറ്റിന് താഴെയെത്തി. 6ാം നിലയിലായിരുന്നു ചിലങ്കയ്ക്ക് വേണ്ടി മാറ്റിയിട്ടിരുന്ന ഫ്ലാറ്റ്. ജയമോഹൻ തമ്പിയും പോത്തൻ സക്കറിയ പോത്തനും ജയമോഹൻ തമ്പിയുടെ 1-2 സുഹൃത്തുക്കളും അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ജയമോഹൻ തമ്പിയോട് യാതൊരു കാലുഷ്യവുമില്ലാതെയാണ് ചിലങ്ക പെരുമാറിയത്. ചിലങ്കയുടെ ഓരോ നോട്ടത്തിലും മനോഹരമായ പുഞ്ചിരിയിലും ജയമോഹൻ തമ്പിയുടെ ഉള്ളിൽ ആസക്തിയുടെ തീനാളങ്ങൾ എഴയുന്നുണ്ടായിരുന്നു. മത്തുപിടിപ്പിക്കുന്ന പെണ്ണ്. ജയമോഹൻ തമ്പി ഓർത്തു. വിളക്ക് കൊളുത്തട്ടെ ജയേട്ടാ? ചിലങ്ക പുഞ്ചിരിയോടെ ജയമോഹൻ തമ്പിയെ നോക്കി. കൊളുത്താതെ പിന്നെ? സക്കറിയ പോത്തനാണ് മറുപടി പറഞ്ഞത്. വിളക്ക് കൊളുത്തി അകത്ത് കയറിയിട്ട് നല്ല നല്ല കാപ്പി കൂടി അങ്ങിട്. സുന്ദരിമാരുടെ കൈകൊണ്ട് ഇടുന്ന ചായയ്ക്ക് മധുരം കൂടും. ഉച്ചത്തിലൊരു പൊട്ടിച്ചിരിയുണ്ടായി. ചിലങ്കയും ഒപ്പം കൂടി. സുധയുടെ മുഖത്ത് പക്ഷേ ഭയമായിരുന്നു. എല്ലാവരെയും നോക്കിക്കൊണ്ട് ചിലങ്ക വിളക്ക് കൊളുത്തി. പുലരിവെട്ടത്തിലും വിളക്കിൻ്റെ പ്രൊഫൈലും സ്വർണ്ണവിഗ്രഹം പോലെ ചിലങ്കയുടെ പൂവുടൽ മിന്നി. അടുത്ത നിമിഷം ജയമോഹൻ തമ്പിയുടെ ഫോൺ ബെല്ലടിച്ചു. ഫോണെടുത്ത് കാതോട് ചേർത്ത ജയമോഹൻ തമ്പിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് മിഴിഞ്ഞുപോയി. അതെയോ? ആവേശത്തിലായിരുന്നു ചോദ്യം. എന്തായാലും ആ തലവേദനയും തീർന്നു കിട്ടി. ഒളികണ്ണിട്ട് ചിലങ്കയെ നോക്കിക്കൊണ്ട് ജയമോഹൻ തമ്പി ഫോൺ തിരികെ പോക്കറ്റിൽ വെച്ചു. SP ടൈഗർ ശങ്കറായിരുന്നു വിളിച്ചത്. ചീങ്കണ്ണികൾ തലയും ഒരു കൈയും കടിച്ചെടുത്ത നിലയിൽ ചന്ദ്രമൗലിയുടെ ശരീരം അമരാവതി പുഴയിൽ കണ്ടെത്തി എന്ന വാർത്ത പറയാനായിരുന്നു ടൈഗർ ശങ്കർ വിളിച്ചത്. അധ്യായം 22. ചക്കിലിയ കോളനിക്ക് താഴെയായി അമരാവതി പുഴയുടെ കൈവഴി. പാറക്കെട്ടുകളും പോളച്ചതുപ്പുകളും നിറഞ്ഞ കൈവഴിയിലായിരുന്നു ചന്ദ്രമൗലിയുടെ മൃതശരീരം കണ്ടത്. കീറിപ്പോയ നീല ജീൻസ് മാത്രമായിരുന്നു വേഷം. തലയും ഇടതു കൈയുടെ പാതിയുമില്ല. കഴുത്തിൻ്റെ സ്ഥാനത്ത് ഒരു ചോരക്കുഴി മാത്രം. ചക്കിലയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മൃതശരീരം ആദ്യം കണ്ടത്. അവർ തന്നെയാണ് അമരാവതി പോലീസിൽ വിവരമറിയിച്ചതും. പോലീസ് എത്തി മൃതദേഹം കരയ്ക്കെത്തിച്ചപ്പോഴേക്കും പാലക്കാട് SP ടൈഗർ ശങ്കർ മേനന്റെ നേതൃത്വത്തിൽ കേരള പോലീസും എത്തിയിരുന്നു. 2 കാര്യങ്ങൾ ഉറപ്പാക്കാനായിരുന്നു ശങ്കർ മേനന് ധൃതി. ചന്ദ്രമൗലിയുടെ മൃതദേഹത്തിന്റെ മുതുകിലും ചുമലിലും വെടിയുണ്ട കയറിയ ബുള്ളറ്റ് മാർക്കുകൾ ഉണ്ടോ? ചുമലിൽ മാംസം ഇളകിപ്പോയ ഒരു പാടുണ്ട്. മുതുകിലൊരു മുറിപ്പാടുണ്ട്. അത് പക്ഷേ വെടിയുണ്ട കയറിയതാണോ എന്നറിയില്ല. ഇത് അവൻ തന്നെയാ സാറേ, എനിക്കുറപ്പാ. CI മാർട്ടിൻ ജോസ് ശങ്കർ മേനനെ നോക്കി. അവൻ്റെ കാലുകൾ കണ്ടാൽ എനിക്കറിയാം.
ഒരുപാട് ചവിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണല്ലോ താൻ, അല്ലേ? ശങ്കർ മന്നൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുച്ഛച്ചിരിയുണ്ടായി. കരയിലുണ്ടാക്കിയ താൽക്കാലിക ഷെഡിൽ വെച്ച് പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം തുടങ്ങിയിരുന്നു. ശങ്കർ മന്നൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ ഒന്ന് ഇരമ്പി. അയാൾ ഫോൺ എടുത്തു നോക്കി. പറഞ്ഞോ ജയ. ശങ്കർ മന്നൻ ഫോണെടുത്ത് കാതോട് ചേർത്തു. അതെ, അവൻ തന്നെ, ഉറപ്പിച്ചു. പ്രേതം കീറി മുറിച്ചോണ്ടിരിക്കുക. വൈകിട്ടത്തേക്ക് മൃതശരീരവുമായി പോലീസ് അങ്ങ് വരും. വലിയ ചുടുകാട്ടിൽ ഒരജ്ഞാത ശവമായി ചന്ദ്രമൗലി എരിഞ്ഞുടങ്ങും. ശങ്കർ മന്നൻ ഫോണുമായി പോലീസുകാർക്കിടയിൽ നിന്ന് മാറി. പിന്നെ നീളമേറിയ ഒരു പാറയുടെ വിളമ്പിലേക്ക് മാറി നിന്നു. എന്തായി അവിടെ? ആ പെണ്ണിനെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നോ? കൊണ്ടുവന്നു. എങ്ങനെ പൊസിഷൻ? ചവിട്ടും കുത്തുമുണ്ടോ? ഒന്നുമില്ല. അവൾ ജീവിക്കാൻ പഠിച്ചവളാ സാറേ. ചന്ദ്രമൗലി എന്ന വ്യക്തി ഇപ്പം അവളുടെ മനസ്സിലേ ഇല്ല. തന്നെയുമല്ല, അവനൊരു പെണ്ണിനെ ഗർഭിണിയാക്കി കുഴിച്ചുമൂടി എന്ന വാർത്ത അവൾ വിശ്വസിക്കുകയും ചെയ്തു. അതൊക്കെ ഏത് കാമുകിയെ സാറേ പൊറുക്കുന്നത്? ജയ, ശങ്കർ മന്നൻ്റെ സ്വരം അല്പം കൂടി പതിഞ്ഞു. നമ്മുടെ തലവേദനകളൊക്കെ ഇന്നുകൊണ്ട് തീരുവ. കുഴിമാന്തിയെടുത്ത സോനയുടെ മൃതശരീരവുമായി വയനാട് പോലീസ് പോയി. ചന്ദ്രമൗലി ഇന്ന് സന്ധ്യയ്ക്ക് ചുടുകറ്റ പോലെ എരിഞ്ഞു തീരും. നാളെ സന്ധ്യയ്ക്ക് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? അവളെ താൻ നേരെ കോയമ്പത്തൂർക്ക് കൊണ്ടുപാടോ? അവിടെ എൻ്റെ ഭാര്യയ്ക്ക് വീതം കിട്ടിയ വകയിൽ ഒരു ജമന്തിത്തോട്ടമുണ്ട്. ഒന്നും രണ്ടുമല്ല, 2000 ഏക്കർ. അതിന് നടുവിൽ ഒരു ഫാം ഹൗസും. പൂന്തോട്ടത്തിന് നടുവിൽ പൂവ് പോലെ ഒരു പെണ്ണും നമ്മളും മാത്രം. നല്ല രസമായിരിക്കും. പക്ഷേ കല്യാണത്തിന് മുൻപ് ഞാൻ അവളെ എന്തു പറഞ്ഞ് എൻ്റെ ഒപ്പം കൊണ്ടുവരും? അങ്ങനെ വിളിച്ചാൽ നമ്മുടെ ഉദ്ദേശം തള്ളയ്ക്കും മോൾക്കും മനസ്സിലാവും. അതോടെ അവർ ചിലപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവും. പിടിച്ചു കെട്ടിക്കൊണ്ട് പോവാം എന്നൊക്കെ നമുക്ക് പറയാനേ പറ്റൂ. അതത്ര പ്രായോഗികമല്ലെന്ന് അറിയാമല്ലോ. അതൊക്കെ തൻ്റെ മിടുക്ക് പോലിരിക്കും. ശങ്കർ മന്നന് പിന്മാറാനുള്ള ഭാവമില്ലായിരുന്നു. പൊന്നും പണവും ഒക്കെ കണ്ടാൽ വീഴാത്ത ഏത് പെണ്ണാടോ ഉള്ളത്? കുറേ വാരി അവരുടെ മുൻപിലോട്ട് മറിച്ചിട്. എന്നിട്ട് തള്ള അറിയാതെ രഹസ്യമായി ഒന്ന് വിളിക്ക്. അവള് വരും ചെയ്യാ, ഉറപ്പ്. വരുമോ? വരാതെ പിന്നെ. ശങ്കർ മന്നൻ ഫോണുമായി തിരിഞ്ഞു. ഞാൻ വൈകിട്ട് വന്നിട്ട് വിളിക്കാം. ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് ശങ്കർ മന്നൻ CI മാർട്ടിൻ ജോസിൻ്റെയും SI രാജു നാരായണൻ്റെയും അടുത്തേക്ക് വന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലുടൻ അവൻ്റെ ശവം വാരിക്കെട്ടി ശ്മശാനത്തിലേക്ക് കൊണ്ടുവരണം. പിന്നെ മിനിഞ്ഞാന്ന് വെളുപ്പിന് കുത്തുകൊണ്ട ചന്ദ്രമൗലിയുടെ കൂട്ടുകാരൻ അക്ബർ അലി ആശുപത്രിയിലുണ്ട്. ക്രിട്ടിക്കലാ. എങ്കിലും രക്ഷപ്പെട്ടേക്കാം. അവൻ്റെ മൊഴി ഒരിക്കലും അറവുകാട്ടുകാർക്ക് എതിരാവാതെ ശ്രദ്ധിക്കണം സർ. മാർട്ടിൻ ജോസ് തലകുലുക്കി. പോലീസ് സർജൻ രമാഭായി താൽക്കാലിക ഷെഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്തായി ഡോക്ടർ കാര്യങ്ങൾ? ശങ്കർ മന്നൻ അവരെ നോക്കി. സ്റ്റിച്ചിടുന്നു. ശ്വാസകോശത്തിൽ വെള്ളവും ചെളിയും കയറിയ മരണം എന്ന് തോന്നുന്നു. വീഴ്ചയുടെ ആഘാതവുമാകാം. തല കിട്ടാതെ. തല. ശങ്കർ മന്നൻ നിസ്സാരമായി ഒന്ന് ചിരിച്ചു. ഇനി അവൻ്റെ തല കിട്ടിയിട്ട് എന്തിനാ? കഴുത്തിലൊട്ടിച്ചാൽ ജീവൻ തിരിച്ചു വരുമോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇത്രയും പാറയിടുക്കുകളും ചുഴികളും എണ്ണമില്ലാത്തത്ര ചീങ്കണ്ണികളുമുള്ള ഈ പുഴയിൽ എവിടെ നിന്ന് അവൻ്റെ തല കണ്ടെടുക്കാനാ? ഓരോ ചീങ്കണ്ണിയുടെയും വയറുകീറി പരിശോധിക്കാൻ പറ്റുമോ? പോലീസ് സർജൻ ഒരു നിമിഷം ശങ്കർ മന്നനെ നോക്കി നിന്നു. അവരുടെ മിഴികളിൽ ശങ്കർ മന്നനോടുള്ള അമർഷമുണ്ടായിരുന്നു. ഡോൺ ബി സോ ക്രൂവൽ സർ. ക്രിമിനലായിരുന്നിരിക്കാം അയാൾ. പക്ഷേ ഒരു മനുഷ്യനല്ലേ? ഒരമ്മയുടെ മകനല്ലേ? തലയും ഉടലും വേർപെട്ട് ഒരു മനുഷ്യൻ കിടക്കുമ്പോഴെങ്കിലും അയാളോട് അല്പം ദയവാവാം. ക്രിമിനലുകളോട് ശങ്കർ മന്നന് ദയയില്ല ഒരവസ്ഥയിലും. മുറുമുറുക്കും പോലെ പറഞ്ഞിട്ട് ശങ്കർ മന്നൻ തിരിഞ്ഞു. ഇനിയും നിന്നാൽ സംസാരിച്ച് മുഷിയുമെന്ന് അയാൾക്കുറപ്പായിരുന്നു. എടോ. ശങ്കർ മന്നൻ ഒരു പോലീസുകാരനെ നോക്കി. ആ യമഹ വള്ളം ഇങ്ങു വരാൻ പറയ. ഒരു യമഹ എഞ്ചിൻ സ്റ്റാർട്ടാവുന്നതിൻ്റെ മുരൾച്ച കേട്ടു. അത് ശങ്കർ മന്നൻ നിൽക്കുന്നിടത്തേക്ക് വന്നു. മാർട്ടിനെ. അപ്പം എല്ലാം പറഞ്ഞതുപോലെ. ശങ്കർ മന്നൻ വള്ളത്തിലേക്ക് കയറി. വള്ളം നീങ്ങി. ഫ്ളാറ്റിനുള്ളിലെ ഹാളിൽ TV-യിൽ നോക്കിയിരിക്കുകയായിരുന്നു ചിലങ്ക. പോലീസിനെ വെട്ടിച്ചോടിയ ചന്ദ്രമൗലി പുഴയിൽ വീണ് മരിച്ചതിൻ്റെയും മൃതശരീരം കണ്ടെടുത്തതിൻ്റെയും വാർത്തയും ദൃശ്യങ്ങളും TV സ്ക്രീനിൽ തെളിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഒരു കരച്ചിലോടെ സുധ ചിലങ്കയുടെ പിന്നിൽ നിൽപ്പുണ്ടായിരുന്നു. ചിലങ്കയുടെ കണ്ണിൽ പക്ഷേ നനവിൻ്റെ ലാഞ്ചന പോലും ഇല്ലായിരുന്നു. എന്നാലും അവനെയും ഗതി. സുധ പൂർത്തിയാക്കും മുമ്പേ ചിലങ്ക വെട്ടിത്തിരിഞ്ഞ് സുധയെ നോക്കി. മതി, നിർത്തിയേക്ക്. ഈ വിഷയത്തിൽ ഇനി ഇവിടെ ആരും കരയാൻ പാടില്ല. മോളെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി ഇവിടെ കണ്ണുനീര് വീഴാൻ പാടില്ല. പുതിയൊരു വീട്ടിലാ നമ്മൾ. പുതിയൊരു ജീവിതത്തിലാ. മരിച്ചുപോയവർക്കു വേണ്ടി കരഞ്ഞിട്ടെന്ത് കാര്യം? കരച്ചിൽ കേട്ട് ആത്മാക്കൾ തിരിച്ചു വരുമോ? സുധയ്ക്ക് ശബ്ദം കിട്ടിയില്ല.
TV ഓഫ് ചെയ്തിട്ട് ചിലങ്ക എണീറ്റു. എൻ്റെ വയലിൻ അമ്മ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവാ. സുധയ്ക്കൊന്നും മനസ്സിലായില്ല. വയലിൻ ഇങ്ങെടുത്തുകൊണ്ട് വരാൻ. കുറച്ചുനേരം അതുമായി ഇരുന്നാൽ മനസ്സ് ശാന്തമാവും. സുധ ഒന്നും മിണ്ടിയില്ല. പോയി വയലിൻ എടുത്തുകൊണ്ടുവന്നു ചിലങ്കയ്ക്ക് നൽകി. ചിലങ്ക അതുമായി ബാൽക്കണിയിലേക്ക് വന്നതും കോളിംഗ് ബെൽ മുഴങ്ങി. സുധ ചെന്ന് വാതിൽ തുറന്നു. കയ്യിലൊരു വലിയ ജുവലറി പാക്കറ്റുമായി ജയമോഹൻ തമ്പി നിൽപ്പുണ്ടായിരുന്നു. സുധയുടെ മുഖത്ത് ഒരു വിളറിയ ചിരിയുണ്ടായി. ചിലങ്ക എവിടെ? അധികാരത്തിൽ ചോദിച്ചുകൊണ്ട് ജയമോഹൻ തമ്പി അകത്തേക്ക് വന്നു. അവള് ബാൽക്കണിയിൽ നിന്ന് വയലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ജയമോഹൻ തമ്പിയെ കണ്ട് ചിലങ്ക എണീറ്റു. പ്രിയപ്പെട്ട ഒരാളെ കണ്ട മനോഹരമായ പുഞ്ചിരിയായിരുന്നു ചിലങ്കയുടെ മുഖത്ത്. ആഹാ, മോൾക്കിതൊക്കെ വായിക്കാൻ അറിയാമായിരുന്നോ? ജയമോഹൻ തമ്പി കസേര വലിച്ച് ചിലങ്കയോട് ചേർത്തിട്ടു. ചിലങ്കയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വാസന സോപ്പിന്റെ ഗന്ധം ജയമോഹൻ തമ്പിയെ മത്തുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം കുളിച്ചതേയുള്ളൂ അല്ലേ? ഒരു കുസൃതി ചിരിയോടെ ജയമോഹൻ തമ്പി ചിലങ്കയെ നോക്കി. പോ ജയേട്ടാ. ചിലങ്ക നാണിച്ച് ചിരിച്ചു. ചിലങ്കയുടെ ചിരി കേട്ടുകൊണ്ടാണ് സുധ ബാൽക്കണിയിലേക്ക് വന്നത്. കേട്ടോ സുധാമ്മേ? ജയമോഹൻ തമ്പി തിരിഞ്ഞു. ചിലങ്ക മോൾക്ക് കുറച്ച് സ്വർണ്ണമങ്ങ് വാങ്ങി. ഒരു 100 പവൻ. എന്തായാലും കല്യാണത്തിന് വാങ്ങണം. അത് ഇപ്പോഴങ്ങ് ആയേക്കാമെന്ന് വെച്ചു. 100 പവൻ. സുധയുടെ ശ്വാസം നിലച്ചുപോയി. മോള് ഇതൊന്ന് നോക്കിക്കേ. ജയമോഹൻ തമ്പി ജുവൽ ബോക്സ് ചിലങ്കയുടെ മുൻപിൽ തുറന്നുവെച്ചു. സ്വർണത്തിന്റെ മഞ്ഞ വെളിച്ചം ചിലങ്കയുടെ മുഖത്ത് തട്ടിച്ചിതറി. മാലകൾ, വളകൾ, കമ്മലുകൾ, ഇളക്കത്താലി. എന്തിനാ ജയേട്ടാ ഇത്രയും? ചിലങ്ക കൃത്രിമ പരിഭവത്തോടെ ജയമോഹൻ തമ്പിയെ നോക്കി. സുന്ദരിമാർക്ക് സ്വർണം ഒരലങ്കാരമാ. ജയമോഹൻ തമ്പി ഇളകി ചിരിച്ചുകൊണ്ട് ചിലങ്കയെ നോക്കി. പിന്നെ സുധയ്ക്ക് നേരെ തിരിഞ്ഞു. അല്ല, ഒരു കാപ്പി കിട്ടുമോ? ഇപ്പം എടുക്കാൻ സാറേ. സുധ തിരിഞ്ഞു. അതെ. ജയമോഹൻ തമ്പി പിന്നിൽ നിന്ന് വിളിച്ചു. ഈ സാറേ വിളി അങ്ങ് നിർത്തിക്കോ. നമ്മളൊക്കെ ഒരു കുടുംബക്കാരാ. ജയാന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ മോനെയെന്ന്. എന്താ? സുധ ഒന്നും മിണ്ടിയില്ല. നേർത്ത ഒരു പുഞ്ചിരിയുമായി തിരിച്ചു നടന്നു. ജയമോഹൻ തമ്പി പതിയെ തല തിരിച്ച് ചിലങ്കയെ നോക്കി. ഒരു ദിവസം ജയേട്ടനെ ഈ വയലിൻ വായിച്ച് കേൾപ്പിക്കണം കേട്ടോ. നമ്മൾ മാത്രമുള്ള ഒരു ദിവസം. അവസാന വാചകത്തിന് ചൂട് കൂടുതലായിരുന്നു. ചിലങ്ക തലതിരിച്ച് ജയമോഹൻ തമ്പിയെ ഒന്ന് നോക്കി. അവളുടെ ചുണ്ടിന്റെ കോണിൽ ഒരു ചിരിയുണ്ടായി. ജയമോഹൻ തമ്പിയുടെ ഹൃദയത്തിന്റെ താളം തെറ്റിപ്പോയി. ഞാനൊരു കാര്യം പറഞ്ഞാൽ പിണങ്ങുമോ? ജയമോഹൻ തമ്പി ചിലങ്കയുടെ കണ്ണുകളിൽ നോക്കി. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. ജയേട്ടൻ പറയ്. നാളെ ഉച്ച കഴിഞ്ഞ് നമുക്കൊന്ന് കോയമ്പത്തൂർ വരെ പോവാം. എന്നിട്ട്? ചിലങ്ക പുരുകമുയർത്തി. രാത്രി ഇങ്ങ് തിരിച്ചു വരാം. ഒരു ജോലിയുടെ ആവശ്യത്തിന് പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞാൽ മതി. ചിലങ്ക ഒന്നും മിണ്ടിയില്ല. വരത്തില്ലേ? ജയമോഹൻ തമ്പി പ്രതീക്ഷയോടെ ചിലങ്കയെ നോക്കി. പ്ലീസ്, ഞാൻ വരാം. ചിലങ്കയുടെ മറുപടി ശാന്തമായിരുന്നു. ജയമോഹൻ തമ്പിയുടെ കണ്ണുകൾ വിടർന്നു. മിടുക്കി. പതിയെ കൈ നീട്ടി ജയമോഹൻ തമ്പി ചിലങ്കയുടെ വിരലുകളിൽ പിടിച്ചു. ചിലങ്ക കൈ പിൻവലിച്ചില്ല. ഒരു പുരുഷനും തൊടാത്ത പെണ്ണാ നീയ. നോക്കിക്കോ, നിന്നെ ഞാൻ പൊന്നുകൊണ്ടു മൂടും. നോട്ടുകെട്ടുകൾ കൊണ്ട് മെത്തയുണ്ടാക്കി അതിൽ കിടത്തും. ചിലങ്ക ഒന്ന് കുലുങ്ങിച്ചിരിച്ചു. കാപ്പിയുമായി സുധ വരുന്നുണ്ടായിരുന്നു. ജയമോഹൻ തമ്പി ധൃതിയിൽ കൈ പിൻവലിച്ചു. പിന്നെ കാപ്പിക്കപ്പ് എടുത്തുകൊണ്ട് എണീറ്റു. ചിലങ്കയോട് ഞാനൊരു ജോലിക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് പറയും. ജയമോഹൻ തമ്പി കാപ്പിയൊന്ന് മുത്തിക്കൊണ്ട് ചിലങ്കയെ നോക്കി. ചിലങ്കയുടെ കണ്ണുകളിൽ ഒരു കുസൃതിച്ചിരി പൂത്തുനിൽപ്പുണ്ടായിരുന്നു. വൈകിട്ട് 7:30 വലിയ ചുടുകാട്ടിൽ ചന്ദ്രമൗലിക്ക് കുഴിമാടമൊരുങ്ങി. ഒരു പോലീസ് ആംബുലൻസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. കാഴ്ചക്കാരായി നാട്ടുകാരിൽ കുറേ പേർ മാത്രം. ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് രേവതിയും ഉണ്ണിമോളും ഇറങ്ങി. നിശബ്ദമായി കരയുന്നുണ്ടായിരുന്നു 2 പേരും. ചിലങ്ക ചേച്ചി വന്നില്ലേമ്മേ? ഉണ്ണിമായ ഒരു കരച്ചിലോടെ രേവതിയെ നോക്കി. മരിച്ചുപോയവരെ ആർക്കാ മോളെ വേണ്ടത്? രേവതിയുടെ കരച്ചിലിനുള്ളിൽ ആത്മനിന്ദ കലർന്ന ഒരു ചിരി കലർന്നു. ഇരുണ്ട മാനത്തു നിന്ന് മഴ താഴേക്ക് വീണു. തുണിക്കെട്ടിൽ പൊതിഞ്ഞ ചന്ദ്രമൗലിയുടെ ശരീരം പോലീസുകാർ കയറിൽ കൊരുത്ത് കുഴിയിലേക്കിറക്കി. ഉച്ചയോടെ ജയമോഹൻ തമ്പിയുടെ ഫോർച്യൂണർ വാൻ ചിലങ്കയുടെ ഫ്ളാറ്റിന് താഴെയെത്തി. സുധ ഫ്ളാറ്റിലില്ലായിരുന്നു. ചിലങ്ക യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുകയായിരുന്നു. ചിലങ്കയുടെ വേഷം കണ്ട് ജയമോഹൻ തമ്പി അമ്പരന്നുപോയി. ചുവപ്പ് നിറത്തിലുള്ള മന്ത്രകോടിയുടുത്ത് മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞ് ഒരു കല്യാണ പെണ്ണിനെ പോലെ ചിലങ്ക നിൽക്കുന്നു. ഇതെന്താ ഈ വേഷത്തിൽ? ജയമോഹൻ തമ്പി അമ്പരപ്പോടെ ചിലങ്കയെ നോക്കി. ചിലങ്കയുടെ കണ്ണുകളിൽ വശ്യമായ ഒരു പുഞ്ചിരിയുണ്ടായി. ഈ വേഷം മതി. ഇന്നലെ ഞാൻ വാങ്ങിയതാ ഈ പട്ട്. എങ്ങനുണ്ട്? കൊള്ളാം. ജയമോഹൻ തമ്പിക്ക് ഒന്നും പിടികിട്ടിയില്ല.
ജയേട്ടൻ്റെ കൂടെ വരുമ്പോൾ എനിക്കെന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. അത് അല്ല, അങ്ങനൊന്നും. ജയമോഹൻ തമ്പി ഒന്ന് വെക്കി. അതിലൊന്നും എനിക്ക് എതിർപ്പില്ല ജയേട്ട. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന പെണ്ണാ ഞാൻ. എനിക്കൊരു നല്ല ജീവിതം തരുന്നയാളാ ജയേട്ടൻ. ജയേട്ടന് ഞാൻ എന്തും തരും. പക്ഷേ ചിലങ്ക ഒന്ന് നിർത്തി. ജയേട്ടൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു പുരുഷനും തൊടാത്ത പെണ്ണാ ഞാൻ. എൻ്റെ ശരീരത്ത് ഒരു പുരുഷൻ തൊടുമ്പോൾ ഞാനൊരു കല്യാണ പെണ്ണാണെന്ന് എനിക്ക് തോന്നണം. എങ്കിലേ പൂർണ്ണ മനസ്സോടെ എനിക്കെന്നെ സമർപ്പിക്കാൻ പറ്റൂ. ജയമോഹൻ തമ്പിയുടെ ഞരമ്പുകളിൽ ആസക്തിയുടെ തീയ് പുളഞ്ഞു തുടങ്ങി. പോവാം. ചിലങ്ക ജയമോഹൻ തമ്പിയെ നോക്കി. പിന്നെ വയലിൻ എടുത്ത് കേസിൽ വെച്ച് സിബ് മുറുക്കി. ജയേട്ടന് വയലിൻ കേൾക്കണ്ടേ? ഒരു രാജ്യം കീഴടക്കിയ സന്തോഷത്തോടെയാണ് ജയമോഹൻ തമ്പി ചിലങ്കയെയും കൊണ്ട് വണ്ടിക്കരികിലെത്തിയത്. ഫോർച്യൂണറിലേക്ക് കയറുമ്പോൾ ചിലങ്ക ജയമോഹൻ തമ്പിയെ നോക്കി. പോവും വഴി നമുക്ക് കുറച്ച് മുല്ലപ്പൂ കൂടി മേടിക്കണം. അധ്യായം 23. ഫോർച്യൂണർ മുൻപോട്ടെടുക്കുമ്പോൾ ജയമോഹൻ തമ്പി തല തിരിച്ച് ചിലങ്കയെ ഒന്നുകൂടി നോക്കി. നന്നായി ഒരുങ്ങി സുന്ദരിയായിട്ടുണ്ട് പെണ്ണ്. പുരുകങ്ങൾ നന്നായി ത്രെഡ് ചെയ്തിരിക്കുന്നു. കണ്ണുകൾക്ക് ഇരട്ടിത്തിളക്കം. ഫൗണ്ടേഷൻ ക്രീം പുരട്ടി പൗഡറിട്ട കവിളണകൾ വെയിലടിച്ച് തിളങ്ങുന്നു. തുടുത്തു മലർന്ന ചുണ്ടുകൾക്ക് ചെഞ്ചോരയുടെ നിറമാണ്. എത്ര മുഴം മുല്ലപ്പൂവ് വേണം എൻ്റെ ചിലങ്കക്കുട്ടിക്ക്? ജയമോഹൻ തമ്പി ഒരു റൊമാൻറ്റിക് മൂഡിലായി കഴിഞ്ഞിരുന്നു. തലയിൽ വയ്ക്കാൻ മാത്രം മതിയോ? അതോ മണിയറ അലങ്കരിക്കാൻ കൂടി വേണോ? പോ ജയേട്ട. ചിലങ്ക ചിണുങ്ങി. പിന്നെ ജയമോഹൻ തമ്പിയുടെ ഇടതു ചുമലിൽ ഒന്ന് പിച്ചി. ജയമോഹൻ തമ്പിയുടെ നെഞ്ചിലെ ആസക്തിയുടെ തീ ഒന്നാളി. ആഗ്രഹിക്കുന്നതിന് അപ്പുറമാണ് ചിലങ്ക. നിനക്ക് പേടി തോന്നുന്നുണ്ടോ പെണ്ണെ? ജയമോഹൻ തമ്പി ഇടതു കൈകൊണ്ട് ചിലങ്കയുടെ വലതു കൈ വിരലുകൾ കൊരുത്തുപിടിച്ചു. പിന്നെ വിരലുകളിൽ അരുമയായി തഴുകി. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ മോളെ? നിനക്ക് പേടിയില്ലെന്ന്? എന്തിന്? ചിലങ്ക മെഴികൾ വിടർത്തി ജയമോഹൻ തമ്പിയെ നോക്കി. ഞാൻ എന്തിനു പേടിക്കണം? ജയേട്ടനോട് നേരത്തെ എനിക്ക് ചില ദേഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൗലിയോട് ജയേട്ടൻ കാണിക്കുന്ന ശത്രുതയൊക്കെ മൗലി പറയുമായിരുന്നു. ഇപ്പോൾ മൗലിയില്ല. ജയേട്ടൻ ഇതുവരെ എന്നോട് മോശമായി പെരുമാറിയിട്ടുമില്ല. തന്നെയുമല്ല, എനിക്കൊരു ജീവിതമുണ്ടാക്കി തരാനും പോവുക. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ നായികമാരെപ്പോലെ വലിയ തത്വശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണല്ല ഞാൻ. ഭൂമിയിൽ ജീവിതം ഒന്നേയുള്ളൂവെന്ന് എനിക്കറിയാം. നോ റിഹേഴ്സൽ, നോ അതർ ചാൻസ്. മൗലി ഇല്ലാതാവണമെന്നും ഞാൻ ജയേട്ടൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കണമെന്നും തീരുമാനിച്ചത് ദൈവമാ. ദൈവം മുൻപിൽ ഒരു സ്വർഗവാതിൽ തുറന്നിടുമ്പോൾ മുഖം തിരിച്ചു നിൽക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ. ചിലങ്ക ഒന്ന് നിർത്തി. ജയേട്ടൻ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. എന്തിനാണ് ഈ കല്യാണാലോചന വച്ചതെന്നും അറിയാം. 24 വയസ്സുള്ള ഒരു പെണ്ണല്ലേ ഞാൻ. അതിലൊന്നും ജയേട്ടനെ കുറ്റം പറയില്ല ഞാൻ. ഒരൊറ്റ നിബന്ധന മാത്രമേ എനിക്കുള്ളൂ. പറഞ്ഞോ. ജയമോഹൻ തമ്പിയുടെ സ്വരം ആവേശം കൊണ്ട് വിറകൊണ്ടു. നീ എന്തു പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും. എന്നെ ഒരു വൃത്തികെട്ട പെണ്ണിൻ്റെ തലത്തിലേക്ക് തരം താഴ്ത്തരുത്. അപേക്ഷ പോലെയായിരുന്നു ചിലങ്കയുടെ സ്വരം. അതെൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഞാൻ വഴങ്ങാം. കാരണം നിങ്ങളൊരു പുരുഷന്, മൗലിയെപ്പോലെ എൻ്റെ മനസ്സ് അംഗീകരിച്ച ഒരു പുരുഷൻ. പക്ഷേ നിങ്ങൾ വേറെ ആർക്കും എന്നെ വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ അനുജൻ്റെ ഭാര്യയായി, നിങ്ങളുടെ പെണ്ണായി ഞാൻ ജീവിച്ചോളാം. ഇതെൻ്റെ അന്തസ്സിൻ്റെ പ്രശ്നമാണ്. ജയമോഹൻ തമ്പിയുടെ മിഴികളൊന്നു പിടച്ചു. വൈകിട്ട് ഫാം ഹൗസിൽ ശങ്കർ മനൻ വരും. അതായിരുന്നു ജയമോഹൻ തമ്പിയുടെ മനസ്സിൽ. ജയേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ചിലങ്ക ജയമോഹൻ തമ്പിയുടെ താടി പിടിച്ചു തിരിച്ചു. എടി പെണ്ണേ, മണ്ടി. ജയമോഹൻ തമ്പി ധൃതിയിൽ തല വെട്ടിത്തിരിച്ചു. വലതുവശത്തുകൂടി ഒരു സൂപ്പർഫാസ്റ്റ് ബസ് പാഞ്ഞുപോയി. ഏതെങ്കിലും ഒരു പുരുഷൻ്റെ മാത്രമായിരിക്കുക എന്നത് ഒരു പെണ്ണിൻ്റെ അന്തസ്സിൻ്റെ പ്രശ്നമാണ്. ഞാൻ പൂർണ്ണ മനസ്സോടെയാ ജയേട്ടനെ സമർപ്പിക്കുന്നത്. അതാ ഞാനൊരു നവവധുവായി ഒരുങ്ങി വന്നത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ. പക്ഷേ നിങ്ങളെന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. ചിലങ്ക ജയമോഹൻ തമ്പിയുടെ ചുമലിലേക്ക് തല ചായ്ച്ചു. ജയമോഹൻ തമ്പി ഒന്നും മിണ്ടിയില്ല. എന്തായാലും ടൈഗർ ശങ്കർമന്നൻ വരട്ടെ, ബാക്കി അന്നേരം. ചിലങ്കയെ അനുസരിപ്പിക്കാം. ഇന്നത്തെ ദിവസം കടന്നു കിട്ടിയാൽ പിന്നെ വരുതിക്ക് നിന്നോളും ഇവൾ. നീ പറയും പോലെ. ജയമോഹൻ തമ്പി പതിയെ തലതിരിച്ച് ചിലങ്കയെ നോക്കി. നമ്മൾ തമ്മിലുള്ള ബന്ധവും രഹസ്യ ഇടപാടുകളും ഒരിക്കലും എൻ്റെ ഭാര്യ സുപ്രിയ അറിയരുത്. ഇല്ല, അതെൻ്റെയും കൂടി ആവശ്യമല്ലേ? ചിലങ്ക ഒന്ന് അമർത്തിച്ചിരിച്ചു. ആണുങ്ങളെല്ലാം ഇങ്ങനെ. എല്ലാം നടക്കുകയും വേണം. ആരുമൊന്നും അറിയുകയും ചെയ്യരുത്. നിനക്കെത്ര ആണുങ്ങളെ അറിയാം? ജയമോഹൻ തമ്പി കുസൃതിയിൽ ചിലങ്കയെ ഒന്ന് നോക്കി. ചിലങ്ക മുഖം കൂർപ്പിച്ചു. പോ, ഞാൻ മിണ്ടില്ല. പോട്ടേടി, ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. ജയമോഹൻ തമ്പി അരുമയോടെ ചിലങ്കയുടെ നെറുകയിലൊന്ന് തലോടി.
കരിമ്പനകൾ അതിരുതിരിക്കുന്ന റോഡിലേക്ക് കയറി ഒരു കറുത്ത ടാറ്റ സെനോൺ വാൻ കിടക്കുന്നത് ജയമോഹൻ തമ്പി കണ്ടു. അതിനു മുൻപിൽ ദ്രാവിഡമണി. ജയമോഹൻ തമ്പിയുടെ മിഴികൾ ഒന്നിടുങ്ങി. ദ്രാവിഡമണി തൻ്റെ വാഹനത്തിന് കൈ നീട്ടുന്നത് അയാൾ കണ്ടു. ദ്രാവിഡമണിയുടെ കറുത്ത വാനിനെ മറികടന്ന് കുറെ കൂടി മുൻപോട്ട് ചെന്നിട്ടാണ് ജയമോഹൻ തമ്പി തൻ്റെ വണ്ടി നിർത്തിയത്. മണിയാ അത്, നമ്മുടെ ആളാ, ഞാനിപ്പം വരാം. സീറ്റ് ബെൽറ്റ് അഴിക്കുന്നതിനിടെ ജയമോഹൻ തമ്പി തലതിരിച്ച് ചിലങ്കയെ നോക്കി. പിന്നെ കൂളിംഗ് ഗ്ലാസ് ഊരി ചിലങ്കയുടെ മടിയിലേക്കിട്ടിട്ട് ഇറങ്ങി. ധൃതിയിൽ ദ്രാവിഡമണിയുടെ നേരെ ചെന്നു. എന്താ മണി? ആന്റണിയുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫാ. ദ്രാവിഡമണിയുടെ നെറ്റിയിൽ സംശയത്തിൻ്റെ വരകളുണ്ടായിരുന്നു. ഏതാ ആന്റണി? ജയമോഹൻ തമ്പിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ചന്ദ്രമൗലിയുടെ കൂടെയുണ്ടായിരുന്ന ആന്റണി. അവനാണല്ലോ മൗലിയുടെ അമ്മയും പെങ്ങളെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയത്. എന്നിട്ട് അവരെ കിട്ടിയില്ലേ? ജയമോഹൻ തമ്പി അമ്പരന്നുപോയി. ഞാൻ ചന്ദ്രമൗലിയുടെ പിന്നാലെ അല്ലായിരുന്നോ? അതാ ചോദിക്കാഞ്ഞത്. അവിടെ മണിയുടെ കസ്റ്റഡിയിൽ കിട്ടിക്കാണുമെന്ന് കരുതി. ഇല്ല, ആന്റണിയും നമ്മുടെ 4 പേരുമാ പോയത്. മൊത്തം ആളുകളും മിസ്സിംഗ്. എല്ലാ ഫോണുകളും സ്വിച്ച്ഡ് ഓഫ്. ഇതവൻ്റെ കളിയാ. നമ്മൾ കൊടുത്ത 3 ലക്ഷം രൂപയ്ക്കൊപ്പം ആ തള്ളയെയും മോളെയും അവനെടുത്തു. അങ്ങനെ ചെയ്യുമോ? മൗലിയെ ചതിച്ചവന് നമ്മളെ ചതിക്കാനാണോ പാട്? ആ തള്ളയെയും മോളെയും കണ്ടാൽ ആർക്കാ ജയമോഹൻ സാറേ വിട്ടുകൊടുക്കാൻ തോന്നുന്നത്? നമ്മളിനി എന്തു ചെയ്യും മണി? ജയമോഹൻ തമ്പിയുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ആന്റണിയെ സംബന്ധിച്ച് ഇതൊരു ചെറിയ തട്ടിപ്പാ. പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ല. ചന്ദ്രമൗലി ചത്തു, കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞാലും നാളെ ആ തള്ളയും മോളും വീണ്ടും വന്നാൽ, പഴയതുപോലെ രാത്രിയിലല്ലാതെ പകൽ വെളിച്ചത്തിൽ അവർ വന്നാൽ, ഒരു പത്രസമ്മേളനം നടത്തിയാൽ അതോടെ തീർന്നു. തെരയാം. ദ്രാവിഡമണി ഒരു കൈ ബോണറ്റിലേക്ക് ഊന്നി. ആന്റണി ഓടിയാൽ എത്ര ദൂരം ഓടാനാ? തപ്പിയെടുക്കാം. പെട്ടെന്ന് വേണം. ജയമോഹൻ തമ്പി തിരിഞ്ഞു. ഒടുവിൽ കിളി വലയിൽ വീണു അല്ലേ? ദ്രാവിഡമണി ഒരു ചെറുചിരിയോടെ ജയമോഹൻ തമ്പിയെ നോക്കി. ചിലങ്കയെയാണ് ഉദ്ദേശിച്ചതെന്ന് ജയമോഹൻ തമ്പിക്ക് മനസ്സിലായി. ജയമോഹൻ തമ്പി ഒന്ന് ഞെളിച്ചു ചിരിച്ചു. ഒന്ന് പരിചയപ്പെടുത്തി തരണം വിശദമായിട്ട്. ദ്രാവിഡമണി നാവു നീട്ടി കീഴ്ച്ചുണ്ട് നനച്ചു. പെമ്പിള്ളേരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടല്ല. ഇവള് മൗലിയുടെ പെണ്ണല്ലേ, അതാ. ഞാൻ വിളിക്കാം മണി. ജയമോഹൻ തമ്പി അങ്ങനെയേ പറഞ്ഞുള്ളൂ. പിന്നെ ധൃതിയിൽ ഫോർച്യൂണറിന് നേരെ നടന്നു. ഡോർ തുറക്കുമ്പോൾ ഫോൺ ഇരമ്പി. ജയമോഹൻ തമ്പി ഫോൺ എടുത്തു നോക്കി. SP ടൈഗർ ശങ്കർ മന്നൻ. ഒരു നിമിഷം എന്തു പറയണമെന്ന് ജയമോഹൻ തമ്പി ആലോചിച്ചു. പിന്നെ ഫോൺ എടുത്ത് കാതോട് ചേർത്തു. ആളെ പിക്ക് ചെയ്തിട്ടില്ല. സന്ധ്യ കഴിയും അങ്ങെത്താൻ. ഞാൻ വിളിക്കാം. ശങ്കർ മന്നൻ തിരിച്ചെന്തെങ്കിലും പറയും മുൻപ് ജയമോഹൻ തമ്പി ഫോൺ വെച്ചു. പിന്നെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഡോർ വലിച്ചടച്ചു. ആരാ വിളിച്ചത്? ചിലങ്ക ജയമോഹൻ തമ്പിയെ നോക്കി. ഒരു സുഹൃത്ത്. പറഞ്ഞൊപ്പിച്ചിട്ട് ജയമോഹൻ തമ്പി വണ്ടി മുൻപോട്ടെടുത്തു. ചന്ദ്രമൗലിയുടെ മരണത്തിൽ നിനക്ക് ദുഃഖമില്ലേ ചിലങ്കെ? ജയമോഹൻ തമ്പി തലതിരിച്ച് ചിലങ്കയെ നോക്കി. ഒരു നിമിഷം ജയമോഹൻ തമ്പിയെ നോക്കി ചിലങ്കയിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു മരവിച്ച ഭാവം മാത്രമായിരുന്നു. വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കഴിഞ്ഞ ദിവസം വരെ ഒപ്പമുണ്ടായിരുന്ന ഒരാൾ ഈ ഭൂമിയിലില്ലല്ലോ എന്ന സങ്കടം. പക്ഷേ ഒരുപാട് ചിന്തിക്കുമ്പോൾ തോന്നും, ഞാനെന്തിനു സങ്കടപ്പെടണമെന്ന്. കാരണം ഈ വിധി മൗലി ഇരുന്ന് വാങ്ങിയതാ. 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തല്ലും വഴക്കുമായി നടക്കരുതെന്ന്. അതുപോട്ടെ, മറ്റൊരു പെണ്ണിനെ ഗർഭിണിയാക്കി കൊന്നു കുഴിച്ചു മൂടിയപ്പോൾ മൗലി എന്നെ ഓർത്തില്ലല്ലോ. അതറിഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ പിന്നീട് മൗലി കുറ്റം സമ്മതിച്ചുവെന്ന് കേട്ടപ്പോൾ എനിക്കറിയാം, വേദനിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ ചന്ദ്രമൗലിയെക്കൊണ്ട് ആർക്കും ഒന്നും സമ്മതിപ്പിക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ അയാൾ അത് ചെയ്തതാ. ആ ചതിയനോടുള്ള പ്രതികാരം കൊണ്ട് കൂടിയാ ഞാൻ എൻ്റെ ശരീരം നിങ്ങൾക്ക് തരുന്നത്. ജയമോഹൻ തമ്പിയുടെ ചുണ്ടുകളിൽ ഒരു ചിരിയുണ്ടായി. മിടുക്കി, അങ്ങനെ വേണം. അവനവൻ്റെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാൻ അവനവൻ മാത്രമേയുള്ളൂ. മറ്റുള്ളവർ ഒപ്പമുണ്ടെന്ന് ചിന്തിക്കുന്നവർ മണ്ടന്മാരാ. എനിക്കറിയാമത്. ചിലങ്ക സീറ്റിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്നു. ജയമോഹൻ തമ്പിയുടെ കണ്ണുകൾ ചിലങ്കയുടെ ശരീരത്തിലൂടെ ഒന്ന് പാളിപ്പോയി. നിലാവിൻ്റെ ഒരു കഷ്ണം പോലെ ചിലങ്കയുടെ അണിവയർ കാണാമായിരുന്നു. ചിലങ്ക സാരി ഒന്നുകൂടി ശരിക്ക് പിടിച്ചിട്ടു. കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ പിന്നെ എന്തു വൃത്തികേടും ആവാമല്ലോ അല്ലേ? ചിലങ്ക കുസൃതി ചിരിയോടെ ജയമോഹൻ തമ്പിയെ നോക്കി. നേരെ നോക്കി വണ്ടി ഓടിക്ക് ചെയ്യേട്ടാ. രാത്രി തിരിച്ചു വരുമെന്ന ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നീട്ടി ചൂളം കുത്തിയിട്ട് ജയമോഹൻ തമ്പി ആക്സിലേറ്ററിൽ കാലമർത്തി. ചക്രങ്ങൾക്ക് ചിറക് മുളച്ചതുപോലെ ഫോർച്യൂണർ വാൻ പറന്നു. കോയമ്പത്തൂരിലേക്ക് കടക്കും മുൻപ് റോഡരികിലെ കടയിൽ നിന്ന് 10 മുഴം മുല്ലപ്പൂവ് വാങ്ങി. കഷ്ടിച്ച് 25 മിനിറ്റ് കൂടി. വണ്ടി കോയമ്പത്തൂരിലെ ജമന്തിപ്പാടത്തിന് നടുവിലേക്ക് കയറി നിന്നു. ഇറങ്ങാം. ജയമോഹൻ തമ്പി ചിലങ്കയെ നോക്കി.
മുല്ലപ്പൂമാല മടക്കി മുടിയിൽ കൊരുത്തുകൊണ്ടാണ് ചിലങ്ക ഇറങ്ങിയത്. പിന്നെ തിരിഞ്ഞ് വയലിൻ കേസ് എടുത്തു. ഇലകൾ കാണാൻ പറ്റാത്തതുപോലെ പൂക്കളായിരുന്നു ചുറ്റും. ദൂരെ ഫാം ഹൗസ് കണ്ടു. ജമന്തിപ്പാടങ്ങൾക്ക് നടുവിലൂടെ 250 മീറ്റർ നടക്കണമായിരുന്നു ഫാം ഹൗസിലേക്ക്. 10 അടി ഉയരമുള്ള 8 വലിയ തൂണുകളിൽ ഉയർത്തി നിർമ്മിച്ചിരിക്കുന്നതാണ് ഫാം ഹൗസ്. ചുറ്റും ഗ്ലാസ് ജനാലകൾ. ഫാം ഹൗസിലേക്കുള്ള കോണിപ്പടികൾ കയറുമ്പോൾ ജയമോഹൻ തമ്പി തിരിഞ്ഞ് ചിലങ്കയെ നോക്കി. ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം, അത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തു വെച്ച്. റിയലി യു ആർ എ ലക്കി ഗേൾ. എത്ര പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? ചിരിച്ചുകൊണ്ട് ചിലങ്ക ജയമോഹൻ തമ്പിയെ നോക്കി. അത് ജയമോഹൻ തമ്പി ഒന്ന് പതറി. ഒരുപാട് പേരെ അല്ലേ? ചിലങ്ക ജയമോഹൻ തമ്പിയെ തുറച്ചു നോക്കി. കണ്ണുകളിൽ അപ്പോഴും പക്ഷേ കുസൃതിയായിരുന്നു. ഇനി അത് ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ചിലങ്ക ജയമോഹൻ തമ്പിയോട് ചേർന്ന് നിന്നു. ജയേട്ടൻ്റെ ജീവിതത്തിൽ ഇനി സുപ്രിയ ചേച്ചി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രം മതി. അല്ല, വേറെ ആരെങ്കിലും വേണമെന്ന് ജയേട്ടൻ ആഗ്രഹിച്ചാലും നടക്കില്ല. അതെന്താ പെണ്ണേ? വാതിൽ തുറക്കുന്നതിനിടെ ജയമോഹൻ തമ്പി കൊഞ്ചലോടെ ചിലങ്കയെ നോക്കി. ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ചിലങ്ക ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ജയമോഹൻ തമ്പി വാതിലടച്ച് കുറ്റിയിട്ടു. ഭംഗിയായി വിരിച്ചിട്ടിരിക്കുന്ന ഒരു ഡബിൾ കോട്ട് ബെഡായിരുന്നു മുറിയിൽ. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് ഒരു വാതിൽ. വലിയ ജനാലകൾക്ക് അലുക്കുകൾ പിടിപ്പിച്ച ചുവന്ന കർട്ടനുകൾ. ജയമോഹൻ തമ്പി റിമോട്ട് എടുത്ത് AC ഓൺ ചെയ്തു. പിന്നെ ജനാല കർട്ടനുകൾ ഓരോന്നായി വലിച്ചിട്ടു. ഇങ്ങോട്ടൊന്നും ആരും വരില്ല. എന്നാലും വേണ്ട. ചിലങ്ക വയലിൻ കേസ് ബെഡിലേക്ക് വെച്ചു. ചിലങ്കയെ നോക്കി ജയമോഹൻ തമ്പി ഒരു നിമിഷം നിന്നു. സർവാഭരണ വിഭൂഷിതയായി ഒരു ദേവകന്യക. തൊണ്ടയിൽ ഉമിനീർ കുടുങ്ങിയത് ജയമോഹൻ തമ്പി അറിഞ്ഞു. അയാൾ പതിയെ നടന്ന് ചിലങ്കയുടെ തൊട്ടുമുൻപിൽ എത്തി നിന്നു. പിന്നെ ഇരുകൈയും ഉയർത്തി ചിലങ്കയുടെ ചുമലുകളിൽ അമർത്തിപ്പിടിച്ചു. നീയാടി പെണ്ണ്, ഇന്നെൻ്റെ പിറന്നാൾ ദിവസമാ. അറിയൂ നിനക്ക്? പിറന്നാൾ ദിവസം എനിക്ക് കിട്ടിയത് ലോകത്തിലേക്കും ഏറ്റവും വലിയ സമ്മാനം. ജയമോഹൻ തമ്പിയുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടിന് തൊട്ടു മുകളിലെത്തിയതും ചിലങ്ക മുഖം ചുളിച്ചു. അയ്യേ, സിഗരറ്റിൻ്റെ മണം. പോയി വായ കഴുകിയിട്ട് വാ. വാ കള്ള. ചിലങ്ക ജയമോഹൻ തമ്പിയെ ഉന്തിത്തള്ളി ബാത്റൂമിന് നേരെ വിട്ടു. 2 മിനിറ്റിനകം വായും മുഖവും ഭംഗിയായി കഴുകി ജയമോഹൻ തമ്പി തിരിച്ചു വന്നു. പിന്നെ ചിലങ്കയുടെ കയ്യിൽ പിടിച്ച് തൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി. പിൻകഴുത്തിലേക്ക് ജയമോഹൻ തമ്പിയുടെ ചുണ്ടുകൾ താഴ്ന്നു വന്നതും ഒരു കുറുകലോടെ ചിലങ്ക തിരിഞ്ഞു. ജയേട്ടാ. ജയമോഹൻ തമ്പി ചിലങ്കയെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി. പിന്നെ ചൂണ്ടുവിരൽ നീട്ടി ചിലങ്കയുടെ താടിത്തുമ്പ് ഉയർത്തിയിട്ട് അവളുടെ വിടർന്ന മിഴികളിലേക്ക് നോക്കി. ഒന്നും ചിന്തിക്കണ്ട, ആരെയും ഓർക്കണ്ട. ഇനിയുള്ള നിമിഷങ്ങളിൽ ഈ ഭൂമിയിൽ നീയും ഞാനും മാത്രമേയുള്ളൂ. ചിലങ്കയുടെ ചുണ്ടുകളിൽ മനോഹരമായ ഒരു ചിരി വിരിഞ്ഞു. ഭൂമിയിൽ ഞാനുണ്ട്. ജയേട്ടൻ പക്ഷേ നരകത്തിലല്ലേ? അടുത്ത നിമിഷം വില്ലിൻ്റെ ഞാൻ തുടുക്കുന്നതുപോലെ ഒരു ശബ്ദം കേട്ടു. ജയമോഹൻ തമ്പിയുടെ വായ് ഒരലർച്ചയിൽ പിളർന്നുപോയി. ചിലങ്ക വലതുകൈ ഇടതുവശത്തേക്ക് വലിക്കുന്നതും പിന്നെ പുറകോട്ട് എടുക്കുന്നതുമേ ജയമോഹൻ തമ്പി കണ്ടുള്ളൂ. വിറച്ചുകൊണ്ട് അയാൾ കണ്ണുകൾ താഴ്ത്തി. അടിവയറിന് താഴെ കുറുകെ ആഴത്തിൽ ഒരു മുറിവ്. കീറിമാറിയ കൊഴുപ്പിൻ്റെ ഒരു വെളുത്ത വര. മുണ്ട് അഴിഞ്ഞ് താഴേക്ക് വീണു. പിളർന്നു മാറിയ വയറിൽ നിന്ന് ചോര പതഞ്ഞ് ചാടിത്തുടങ്ങി. ഫുട്ബോളിൻ്റെ കീറിയ തുകൽച്ചട്ടയിൽ നിന്ന് ബ്ലാഡർ പുറത്തേക്ക് തള്ളി വരുന്നത് പോലെ. കുടൽമാലയുടെ ഒരൽപ്പം ചോരക്കുതിപ്പിനൊപ്പം പുറത്തേക്ക് തള്ളി വരുന്നത് ജയമോഹൻ തമ്പി കണ്ടു. അയ്യോ! ജയമോഹൻ തമ്പി അലറിക്കൊണ്ട് കുടൽമാല അകത്തേക്ക് തള്ളി. ചിലങ്കേ! അവിശ്വസനീയതയോടെ അയാൾ ചിലങ്കയെ നോക്കി. ചിലങ്കയുടെ കയ്യിലിരുന്ന കത്തിയുടെ ചുണ്ടിൽ നിന്ന് തൻ്റെ കൊഴുത്ത ചോര ഇറ്റുവീഴുന്നത് ജയമോഹൻ തമ്പി കണ്ടു. ഹാപ്പി ബർത്ത്ഡേ ടു യു. പല്ല് ഞെരിച്ചുകൊണ്ട് ചിലങ്ക കത്തി ഒന്നുകൂടി വീശി. കുത്തു തടയാൻ ശ്രമിച്ച ജയമോഹൻ തമ്പിയുടെ വലത് കൈപ്പത്തി നെടുകെ കീറിപ്പിളർന്നു പോയി. അലറിക്കൊണ്ട് കൈപ്പത്തി കൂട്ടിപ്പിടിച്ച് ജയമോഹൻ തമ്പി കുനിഞ്ഞു. എൻ്റെ മൗലി എനിക്ക് തന്നതാ ഈ കത്തി. ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ഒപ്പം കൊണ്ടു നടക്കാൻ, നിന്നെപ്പോലുള്ള ചെന്നായ്ക്കളിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ. ചിലങ്ക മുരണ്ടുകൊണ്ട് ആയമെടുക്കാനായി ഒരു ചുവട് പിന്നോട്ട് മാറി. പിന്നെ ഒരൊറ്റ കുതിപ്പ്. മുതുകിലായിരുന്നു കത്തി തുളഞ്ഞു കയറിയത്. അലറിക്കൊണ്ട് ചിലങ്ക കാലുയർത്തി ഒരു ചവിട്ടുകൂടി കൊടുത്തു. ജയമോഹൻ തമ്പി തറയിലേക്ക് വീണു. കട്ടിലിൽ ശരീരം താങ്ങി എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും വയറിലെ മുറിവിൽ നിന്ന് കുതിച്ചു ചാടി തറയിൽ ഒഴുകിപ്പരുന്ന ചോരയുടെ പശിമയിൽ കാലുകൾ വഴുതിപ്പോയി. എടാ നായേ! ചിലങ്ക കാലുയർത്തി ജയമോഹൻ തമ്പിയുടെ മുഖമടച്ച് ഒരു ചവിട്ടി ചവിട്ടി. 3 പല്ലുകൾ അടർന്ന് വായിലേക്ക് വീണു. എൻ്റെ മൗലിയെ ഇല്ലാതാക്കിയാൽ ആരും പകരം ചോദിക്കാൻ വരില്ല എന്ന് നീയൊക്കെ കരുതി അല്ലേടാ? അതോടെ നിന്റെ പൊന്നും പണവും വാങ്ങി ആയുഷ്കാല വെപ്പാട്ടിയായി ഞാൻ കൂടെ കാണും എന്നും കരുതി അല്ലേടാ?
നിന്റെ അമ്മയുടെ ഫ്ലാറ്റും 101 പവനും. ചിലങ്കേ, ജയമോഹൻ തമ്പി കരഞ്ഞു. ഇത് ചതിയാ. മിണ്ടരുത് നീ. മുടിയിൽ നിന്ന് ഊരിയെടുത്ത മുല്ലമാല ചിലങ്ക ജയമോഹൻ തമ്പിയുടെ വായിലേക്ക് കുത്തിക്കയറ്റി. ജീവിതത്തിൽ എത്ര പെണ്ണുങ്ങളെ നീ ചതിച്ചിട്ടുണ്ടടാ. എത്ര പേർ നിന്റെ മുൻപിൽ കൈകൂപ്പി പേടിച്ചു വിറച്ച് കരഞ്ഞിട്ടുണ്ടടാ. നീ ഗർഭിണിയാക്കി കൊന്നു കുഴിച്ചു മൂടിയ സോന ഉൾപ്പെടെ. ഒരു കുത്തുകൂടി ചുമലിന് മീതെ. കണ്ണുകൾ മിഴിച്ച് ജയമോഹൻ തമ്പി പുളഞ്ഞുപോയി. കാലുകൾ തറയിൽ ചവിട്ടി തിരുമ്മിക്കൊണ്ടിരുന്നു. ചിരിയോടെ ചിലങ്ക ജയമോഹൻ തമ്പിയെ നോക്കി. പിന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒന്നൊന്നായി ഊരി. നിനക്കെൻ്റെ വയലിൻ കേൾക്കണ്ടേ ജയമോഹ? ചിലങ്ക വയലിൻ കേസ് തുറന്നു. ആഭരണങ്ങൾ ഓരോന്നായി അതിലേക്ക് വച്ചു. നീ തന്ന ആഭരണങ്ങൾ ഞാൻ എടുക്കുക. അണിഞ്ഞു നടക്കാനല്ല, വിൽക്കാൻ. ഇന്ന് ഗ്രാമിന് 3015 രൂപ. ഇത് മൊത്തം 808 ഗ്രാം, 101 പവൻ. വിറ്റാൽ സ്വർണ്ണവില മാത്രം 24,36,120 രൂപ. അത് മതി ചിലങ്കയ്ക്ക്. എൻ്റെ മൗലിയെ തീർത്തവരോടുള്ള പ്രതികാരത്തിൻ്റെ ബേസ്മെൻറ്റ് പണിയാൻ. കേട്ടോടാ. കുനിഞ്ഞ ഒരു കുത്തുകൂടി. ജയമോഹൻ തമ്പിയുടെ നാഭി പിളർന്നുപോയി. അയാളുടെ വായിൽ നിന്ന് ചോര പുരണ്ട പൂമാല ചിലങ്ക എടുത്തു. വെള്ളം തരാനല്ല, നിന്റെ യാചനയും കരച്ചിലും കേൾക്കാൻ. കത്തിയിലെ ചോര ചിലങ്ക ജയമോഹൻ തമ്പിയുടെ മുടിയിൽ തുടച്ചു. പിന്നെ ആഭരണങ്ങൾ നിറഞ്ഞ വയലിൻ കേസിൻ്റെ സിബിട്ടിട്ട് യാതൊരു ധൃതിയും കാണിക്കാതെ ഫോണെടുത്ത് സുധയെ വിളിച്ചു. അമ്മ, ഒരു കാര്യം ചെയ്യ്. ഫ്ലാറ്റ് പൂട്ടിയിട്ട് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്ക്. അരമണിക്കൂറിനകം ഞാനങ്ങ് വരും. നമ്മുടെ രക്ഷകനായ ജയമോഹൻ സാറിൻ്റെ വണ്ടിയിലാണ് വരുന്നത്. ഓടിക്കുമോന്നോ? റോഡ് റോളർ ഓടിക്കുന്ന എനിക്കാണോ ഈ പുല്ല് ഓടിക്കാൻ പാട്? അമ്മയ്ക്ക് ചിലങ്കയെ ശരിക്കറിയത്തില്ല, അതാ. ചിലങ്ക കോൾ കട്ട് ചെയ്തു. പിന്നെ വയലിൻ കേസ് എടുത്ത് ചുമലിൽ തൂക്കി. ജയമോഹൻ തമ്പിയുടെ വായിൽ നിന്ന് ചോര ചാടിക്കൊണ്ടിരുന്നു. ചിലങ്കേ, ജയമോഹൻ തമ്പി സർവ്വശക്തിയും എടുത്ത് ഒന്ന് വിളിച്ചു. ഞാൻ ചത്തുപോവും. എന്നെയൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോ, ദൈവത്തെ ഓർത്ത്. ദൈവമ്മ എന്നോട് പറഞ്ഞത് നിന്നെ കുത്തിക്കേറിയേക്കാൻ. ജയമോഹൻ തമ്പിയുടെ ഫോണെടുത്ത് ചിലങ്ക തറയിലേക്ക് ആഞ്ഞെറിഞ്ഞു. കഷ്ണങ്ങളായി ഫോൺ ചിതറിപ്പോയി. ദൈവം പറഞ്ഞ പരിപാടിയിൽ മാറ്റം വരുത്താൻ ഞാനില്ല. ഫോർച്യൂണർ വാനിൻ്റെ സ്വിച്ച് കീ എടുത്തുകൊണ്ട് ചിലങ്ക വാതിലിന് നേരെ നടന്നു. പെട്ടെന്ന് ഓർത്തതുപോലെ ചിലങ്ക തിരിച്ചു വന്നു. പിന്നെ കാലുയർത്തി ജയമോഹൻ തമ്പിയുടെ മുഖത്ത് ഒരു ചവിട്ടുകൂടി കൊടുത്തു. കൊതി തീർന്നില്ല. അതാ. ചിലങ്ക തിരിച്ച് വാതിൽക്കലേക്ക് നടന്നു. അധ്യായം 24. വാതിൽ വലിച്ചടയ്ക്കും മുൻപ് ചിലങ്ക ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. തറയിൽ ഒഴുകിപ്പരുന്ന കൊഴുത്ത ചോരയിൽ ഒരു പുഴുവിനെപ്പോലെ പുളയുകയാണ് ജയമോഹൻ തമ്പി. വാതിൽ വലിച്ചടച്ചിട്ട് കോണിപ്പടയ്ക്ക് നേരെ തിരിഞ്ഞ ചിലങ്ക ഞെട്ടിപ്പോയി. ജമന്തിപ്പാടങ്ങൾക്ക് നടുവിലേക്കുള്ള റോഡിലേക്ക് ഒരു കറുത്ത സ്കോർപ്പിയോ തിരിയുന്നത് കണ്ടു. തന്നെ വീതം വെച്ച് നൽകാമെന്ന് ജയമോഹൻ തമ്പി പറഞ്ഞുറപ്പിച്ച ആരോ വരികയാണെന്ന് ചിലങ്കയ്ക്ക് മനസ്സിലായി. ഒരു നിമിഷം ചിലങ്ക പകച്ചു നിന്നു. പിന്നെ മിന്നൽ വേഗത്തിൽ കോണിപ്പടികൾ ഓടിയിറങ്ങി. പിന്നെ ജമന്തിപ്പാടങ്ങൾക്കിടയിലെ ചെറിയ കിടങ്ങ് പോലത്തെ നീർച്ചാലിലേക്ക് പതുങ്ങി. സ്കോർപ്പിയോയുടെ ചക്രങ്ങൾ തനിക്ക് സമാന്തരമായി നിൽക്കുന്നത് ചിലങ്ക കണ്ടു. വണ്ടിയുടെ ഡോർ തുറക്കുന്നു. ബ്രൗൺ ബൂട്ട്സ് അണിഞ്ഞ കാലുകൾ വന്ന് തറയിലേക്ക് അമർന്നു. SP ടൈഗർ ശങ്കർമന്നനായിരുന്നു അത്. വണ്ടിയുടെ ഡോർ അടച്ചിട്ട് ശങ്കർമന്നൻ തിരിഞ്ഞു. ജയമോഹൻ തമ്പിയുടെ ഫോർച്യൂണർ വാനിന് നേരെയായിരുന്നു ശങ്കർമന്നൻ്റെ നോട്ടം. അത് ശരി. ശങ്കർമന്നൻ ഒന്ന് പിറുപിറുത്തു. സന്ധ്യ കഴിയും വരുമ്പം എന്ന് പറഞ്ഞിട്ട് ചരക്കിനെയും കൊണ്ട് നേരത്തെ ഇങ്ങു പോന്നു അല്ലേ? ശങ്കർമന്നൻ്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായി. എൻ്റെ ജയമോഹ, നല്ല ഒന്നാന്തരം ബുദ്ധിയുള്ള പോലീസുകാരനാ ഞാൻ. എൻ്റെ ഭാര്യയ്ക്ക് വീതം കിട്ടിയ ഗസ്റ്റ് ഹൗസിൽ ഒരു പെണ്ണിനെ കൊണ്ടുവരുമ്പം ആദ്യം മുതൽക്കേ ഞാനും വേണ്ടേ? പിറുപിറുത്തുകൊണ്ട് ശങ്കർമന്നൻ തിരിഞ്ഞു. അയാളെ ചിലങ്ക തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചന്ദ്രമൗലിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് TV-യിൽ ശങ്കർമന്നൻ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഉദ്വേഗം കൊണ്ട് തൻ്റെ ഹൃദയം കിതച്ചു പൊട്ടുമെന്ന് ചിലങ്കയ്ക്ക് തോന്നി. ശങ്കർമന്നൻ താഴേക്ക് നോക്കിയാൽ തന്നെ കാണും. ചിലങ്കയുടെ തൊട്ടു മുൻപിലൂടെ ബ്രൗൺ ബൂട്ട്സ് അണിഞ്ഞ കാലുകൾ കോണിപ്പടിക്ക് നേരെ പോയി. ശങ്കർമന്നൻ കോണിപ്പടി മുഴുവൻ കയറുന്നതുവരെ ചിലങ്ക ശ്വാസമടക്കി കിടന്നു. അയാൾ വാതിലിലേക്ക് കൈവച്ചതും ചിലങ്ക ചാടി എണീറ്റു. പിന്നെ വയലിൻ കേസുമായി ജയമോഹൻ തമ്പിയുടെ ഫോർച്യൂണറിന് നേർക്ക് കുതിച്ചു. വണ്ടിയുടെ അടുത്തെത്തും മുമ്പേ റിമോട്ട് ഉപയോഗിച്ച് ചിലങ്ക ഫോർച്യൂണറിൻ്റെ ഡോർ തുറന്നു. വയലിൻ കേസ് വണ്ടിയുടെ ബാക്ക് സീറ്റിലേക്ക് ഇട്ടിട്ട് ചിലങ്ക ഡ്രൈവിംഗ് സീറ്റിലേക്ക് പാഞ്ഞു കയറി. വണ്ടിയുടെ ഡോർ അടയുന്ന ശബ്ദം കേട്ടാണ് ശങ്കർമന്നൻ തിരിഞ്ഞു നോക്കിയത്. ജമന്തി ചെടികൾ ഞെരിച്ച് അരച്ചുകൊണ്ട് ഫോർച്യൂണർ വാൻ തിരിയുന്നത് കണ്ടു. അടുത്ത നിമിഷം അസ്ത്രം പോലെ അത് പാഞ്ഞുപോയി. ജയ! ശങ്കർമന്നന് ഒന്നും മനസ്സിലായില്ല. ജയ, നിന്നെ! ശങ്കർമന്നൻ തിരിച്ച് കോണിപ്പടി ഇറങ്ങാൻ തുടങ്ങിയതും വീടിനകത്തു നിന്നും ഒരു ഞരക്കം കേട്ടതുപോലെ തോന്നി. ശങ്കർമന്നൻ്റെ മിഴികൾ ഒന്ന് പിടഞ്ഞു. ഒറ്റക്കുതിപ്പിനാണ് വാതിൽ വലിച്ചു തുറന്നത്.
മുന്നിലെ ദൃശ്യം കണ്ട് അയാൾ പകച്ചുനിന്നു പോയി. ചോരയിൽ കുഴിഞ്ഞ് ജയമോഹൻ തമ്പി. പിളർന്നു മാറിയ വയറിലൂടെ ചോര കുതിപ്പിനൊപ്പം പുറത്തു ചാടാൻ ഒരുങ്ങുന്ന കുടൽമാലകൾ ജയമോഹൻ തമ്പി അകത്തേക്ക് വാരിയമർത്തുന്നുണ്ടായിരുന്നു. ജയ! ശങ്കർ മന്നൻ ഓടിച്ചെന്ന് ജയമോഹൻ തമ്പിയെ വലിച്ചു പൊക്കി. എന്തുപറ്റി? അവള് ചതിച്ചു സാറേ. ജയമോഹൻ തമ്പി ഞരങ്ങി. എന്നെ കുത്തിയിട്ട് അവൾ പോയി. അവളുടെ അമ്മയെയും കൂട്ടി നാട് വിടാനാ. അവരിപ്പം പാലക്കാട് സ്റ്റാൻഡിൽ വരും. ജയന്റെ വണ്ടിയുടെ നമ്പർ എത്രയാ? നമ്പർ ജയമോഹൻ തമ്പി ഓർത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അപ്പോഴേക്കും കണ്ണുകൾ പിന്നിലേക്ക് മറിഞ്ഞുപോയി. ജയ! ശങ്കർ മന്നൻ ജയമോഹൻ തമ്പിയുടെ ശരീരം വാരിപ്പിടിച്ച് ഉയർത്തിയെങ്കിലും ചോരയിൽ വഴുതി അത് താഴേക്ക് വീണുപോയി. റോഡിലേക്ക് കയറി അല്പം മുന്നോട്ട് ചെന്നതും ചിലങ്ക ഫോർച്യൂണർ നിർത്തി. പിന്നെ വയലിൻ കേസിന്റെ മുകളിലത്തെ സിബുറയിൽ നിന്ന് നീളമേറിയ 4 സ്റ്റിക്കറുകൾ എടുത്തു. നമ്പർ പ്ലേറ്റിന് മുകളിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറുകളായിരുന്നു 2 എണ്ണം. എറണാകുളം രജിസ്ട്രേഷനിലുള്ള നമ്പറുകൾ എഴുതിയ സ്റ്റിക്കറുകൾ. ഫോർച്യൂണറിന്റെ മുൻപിലത്തെയും പുറകിലത്തെയും നമ്പർ പ്ലേറ്റിനു മീതെ ചിലങ്ക അത് ഒട്ടിച്ചു. പിന്നെയുള്ളത് പ്രസ് എന്നെഴുതിയ 2 സ്റ്റിക്കറുകളായിരുന്നു. വണ്ടിയുടെ മുൻപിലെയും പിന്നിലെയും ഗ്ലാസുകളിൽ അത് ഒട്ടിച്ചു. ഏതെങ്കിലും പത്രസ്ഥാപനത്തിലെ വണ്ടിയാണെന്ന് തോന്നുന്നതുകൊണ്ട് വഴിയിൽ ചെക്കിങ്ങിൽ കുടുങ്ങില്ല എന്നും ചിലങ്കയ്ക്ക് ഉറപ്പായിരുന്നു. ഫോർച്യൂണർ മുൻപോട്ടെടുക്കുമ്പോൾ ചിലങ്ക ഫോണെടുത്ത് അമ്മയെ ഒന്നുകൂടി വിളിച്ചു. അമ്മ ഇറങ്ങിയോ? ഇറങ്ങുന്നടി. മറുവശത്തു നിന്ന് സുധയുടെ ധൃതിയിലുള്ള മറുപടി കേട്ടു. ഒരു ബാഗിൽ കൊള്ളുന്നത്ര ഡ്രസ്സ് എടുത്തോ? നമ്മളീ നാട് വിടുവാ. എൻ്റെ മോളെ, എന്താ ഇതൊക്കെ? കരച്ചിൽ പോലെയായിരുന്നു സുധയുടെ ചോദ്യം. അമ്മ പറഞ്ഞത് കേൾക്ക്. പെട്ടെന്ന് വരാൻ നോക്ക്. ചിലങ്ക ഫോൺ സീറ്റിലേക്കിട്ടു. പിന്നെ ഫോർച്യൂണറിന്റെ വേഗം കൂട്ടി. ജയമോഹൻ തമ്പിയെ ശങ്കർ മന്നൻ കണ്ടുകാണുമെന്ന് ചിലങ്കയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോർച്യൂണർ വാനിൽ വരുന്ന തന്നെ പിടികൂടാൻ ഇപ്പോൾ ഹൈവേ പോലീസിനും ചെക്ക് പോസ്റ്റിലേക്കും മെസ്സേജ് പോയിട്ടുണ്ടാവും. മെയിൻ റോഡിൽ നിന്ന് ചിലങ്ക വണ്ടി വനത്തിലേക്ക് തിരിച്ചു. വേലാണ്ടി വനത്തിലൂടെ പാലക്കാട് എത്താൻ ഒരു വഴിയുണ്ട്. ചെക്ക് പോസ്റ്റ് തൊടാതെ അതിർത്തി കടത്താൻ സ്പിരിറ്റ് കടത്തുകാർ ഉണ്ടാക്കിയ വഴിയാണ്. വനത്തിലേക്ക് ഫോർച്യൂണർ ഇറക്കുമ്പോൾ ചിലങ്ക ആലോചിച്ചത് ജയമോഹൻ തമ്പിയെക്കുറിച്ചാണ്. ചത്തുകാണുമോ പട്ടി? ഒരു കുത്തുകൂടി കൊടുക്കേണ്ടതായിരുന്നു. ചിലങ്ക പിറുപിറുത്തു. അവന്റെ ഹൃദയം നെടുകെ പിളർന്ന് മാറത്തക്ക രീതിയിൽ ഒരു കുത്തുകൂടി. ചിലങ്കയുടെ പല്ലുകൾ ചേർന്നമർന്നു. മൗലി! ചിലങ്ക കണ്ണീരോടെ വിളിച്ചു. നിനക്ക് വേണ്ടി എനിക്കിതൊക്കെയേ ചെയ്യാൻ പറ്റത്തുള്ളടാ. എല്ലാം പെട്ടെന്ന് തീർത്ത് ഞാനും അങ്ങ് വരാം. ചിലങ്ക വിളിച്ച് 10 മിനിറ്റിനുള്ളിൽ തന്നെ പാലക്കാട് KSRT ബസ് സ്റ്റാൻഡിന് മുന്നിലേക്ക് ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. അതിൽ നിന്നും സുധ ഇറങ്ങി. ഡ്രസ്സുകൾ കുത്തിനിറച്ച ഒരു എയർ ബാഗ് കയ്യിലുണ്ടായിരുന്നു. സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ തിരിഞ്ഞു കയറുന്ന വഴിയിലേക്ക് മാറി സുധ നിന്നു. ചിലങ്ക ജയമോഹൻ തമ്പിയുടെ ഫോർച്യൂണറിൽ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജയമോഹൻ തമ്പി എവിടെ? എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് സുധയ്ക്ക് തോന്നി. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലങ്കയ്ക്ക് പൊടുന്നനെ ഉണ്ടായ മാറ്റം കൂടി ആലോചിച്ചു നോക്കുമ്പോൾ അത് ഉറപ്പാണ്. കാൽമുട്ടുകൾക്ക് താഴേക്ക് ഒരു ശൂന്യത പടരുന്നത് പോലെ സുധയ്ക്ക് തോന്നി. ആദിയുടെ ഒരു തീ നെഞ്ചിനുള്ളിൽ എരിഞ്ഞു പടരുന്നു. ശരീരം താങ്ങി നിർത്താൻ കാലുകൾക്ക് കഴിവില്ല. ഒരു പോലീസ് ജീപ്പ് വന്ന് സ്റ്റാൻഡിലേക്ക് തിരിഞ്ഞു കയറുന്നത് സുധ കണ്ടു. അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. വണ്ടിയിൽ നിന്ന് CI മാർട്ടിൻ ജോസ് ഇറങ്ങി. പിന്നാലെ പോലീസുകാരും. അവർ ചുറ്റും നോക്കുന്നത് സുധ കണ്ടു. അടുത്ത നിമിഷം മാർട്ടിൻ ജോസിന്റെ നോട്ടം സുധയുടെ മുഖത്ത് തറച്ചു. അയാൾ ധൃതിയിൽ സുധയുടെ നേരെ വന്നു. സുധയുടെ നെഞ്ചിനുള്ളിൽ ഒരു കുടുക്കമുണ്ടായി. CI മാർട്ടിൻ ജോസ് സുധയുടെ തൊട്ടുമുൻപിൽ എത്തി നിന്നു. പോലീസ് ജീപ്പ് വട്ടം തിരിഞ്ഞ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. സ്റ്റാൻഡിൽ നിന്ന യാത്രക്കാർ പലരും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ പകച്ചു നോക്കുന്നുണ്ടായിരുന്നു. ചിലർ പതിയെ പോലീസ് ജീപ്പിനടുത്തേക്ക് നീങ്ങി. ഭയം കൊണ്ട് മേലെണ്ണാക്ക് വരണ്ടുപോയത് സുധ അറിഞ്ഞു. നിങ്ങളുടെ പേര് സുധ എന്നല്ലേ? മാർട്ടിൻ ജോസ് സുധയെ തുറച്ചു നോക്കി. സുധ തലയാട്ടി. ആണെന്നോ അല്ലെന്നോ? വായു തുറന്നു പറയടി. മാർട്ടിൻ ജോസ് മുരണ്ടു. ആ അതെ. സുധ വിക്കി. ചിലങ്കയുടെ അമ്മ സുധ? മാർട്ടിൻ ജോസ് ഒന്നുകൂടി ഉറപ്പിക്കാനായി ചോദിച്ചു. അതെ സാറേ. എന്താ? കീഴ്ചുണ്ടു കടിച്ചുകൊണ്ട് മാർട്ടിൻ ജോസ് ചുറ്റുമൊന്നു നോക്കി. പിന്നെ കൈവീശി സുധയുടെ മുഖമടച്ച് ഒറ്റയടിയടിച്ചു. കണ്ടു നിന്നവരും പോലീസുകാരും വരെ കിടുങ്ങിപ്പോയി. തറയിലേക്ക് വീണുപോയ സുധയെ മുടിക്കു കുത്തിപ്പിടിച്ച് മാർട്ടിൻ ജോസ് ഉയർത്തി. കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇരു കവിളിലും മാറി മാറി ഓരോ അടികൂടി. പട്ടിച്ചി, നാടുവിടാൻ നിൽക്കുമായിരുന്നു അല്ലേടി? ഒരു ആൾക്കൂട്ടം രൂപം കൊണ്ടിരുന്നു. എന്താ സാറേ കാര്യം? ഒരു ചെറുപ്പക്കാരൻ ധൈര്യം സംഭരിച്ച് CI മാർട്ടിൻ ജോസിനെ നോക്കി. എന്താടാ? ആർക്കാ കാര്യം അറിയേണ്ടത്? അല്ല സാറേ, ഒരു സ്ത്രീയെ ഇങ്ങനെ തല്ലുന്നത് കണ്ടതുകൊണ്ട് ചോദിച്ചതാ. ഏതാ ഈ സ്ത്രീ? നിന്റെ അമ്മയാണോ? അല്ല. കുഞ്ഞമ്മ? അല്ല.
അമ്മായിയമ്മ? അല്ല. ഓ, അപ്പ പൗരബോധം കൊണ്ട് ചോദിച്ചതാ അല്ലേ? എന്നാൽ കേട്ടോ, ഇവരുടെ പേര് സുധ. അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ പ്രധാന കണ്ണിയാ ഇവർ. ഇവരുടെ മകളെ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുക. സുധയെ വലിച്ച പോലീസുകാർ ജീപ്പിലേക്ക് കയറ്റി ക്യാമ്പ് ഓഫീസിലേക്ക്. തലയിൽ നിന്ന് ഇളകിയ തൊപ്പി ഉറപ്പിച്ചുകൊണ്ട് മാർട്ടിൻ ജോസ് വന്ന് വണ്ടിയിലേക്ക് കയറി. സിഗ്നൽ ലൈറ്റും സൈറണും ഇട്ടുകൊണ്ട് ജീപ്പ് പാഞ്ഞുപോയി. അടുത്ത നിമിഷം ചിലങ്ക ഓടിച്ച ഫോർച്യൂണർ സ്റ്റാൻഡിന് മുൻപിലേക്ക് വന്നു നിന്നു. ആൾക്കൂട്ടം പിരിഞ്ഞു തുടങ്ങിയിരുന്നില്ല. പ്രസ് എന്ന സ്റ്റിക്കർ വണ്ടിയിൽ കണ്ട് ആൾക്കൂട്ടം അടുത്തു വന്നു. എന്താ സംഭവിച്ചത്? ചിലങ്ക അവരെ പകച്ചു നോക്കി. ഒരു സ്ത്രീയെ പോലീസ് പിടിച്ചുകൊണ്ടു പോയതാ. ചിലങ്ക കിടുങ്ങിപ്പോയി. പോലീസ് പിടിച്ചുകൊണ്ടു പോയെന്നോ? എന്തിന്? ഏതാണ്ട് മോഷണക്കേസാ. എന്താ അവരുടെ പേരെന്നറിയാമോ? സുധ എന്നോ മറ്റോ ആണ്. ചിലങ്കയുടെ നടുക്കം പൂർണ്ണമായി. ഒരു നിമിഷം അവൾ അങ്ങനെ തന്നെ നിന്നു. പിന്നെ മിന്നൽ പോലെ ഫോർച്യൂണർ മുന്നോട്ടെടുത്തു. സിറ്റി ഹോസ്പിറ്റലിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിന് മുൻപിൽ എല്ലാവരും ഉണ്ടായിരുന്നു. SP ടൈഗർ ശങ്കർ മേനൻ, SP വിജയചന്ദ്രൻ, CI മാർട്ടിൻ ജോസ്, ദ്രാവിഡമണി, ഭൂപതി കാർത്തികേയൻ, ഭൂപതി വീരബാഹു. അജ്ഞാതനായ ആക്രമി ആളുമാറി കുത്തി എന്ന പേരില കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചിലങ്കയുടെ പേരെ പരാമർശിച്ചിട്ടില്ല. അങ്ങനെ വന്നാൽ കേസ് മാറും. ശങ്കർ മേനൻ തിരിഞ്ഞു. ചിലങ്കയുടെ അമ്മ കസ്റ്റഡിയില, ക്യാമ്പ് ഓഫീസിലുണ്ട്. SP വിജയചന്ദ്രൻ തിരിഞ്ഞു. ജയേട്ടൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന സംശയമാ. വൻകുടലിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റേണ്ടി വന്നു. വലതു കൈയുടെ ചലനശേഷി ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കും. എന്നുവെച്ചാൽ ചിലങ്കയും അമ്മയും ഇനി ജീവിച്ചിരിക്കാൻ അർഹരല്ലെന്ന്. ശങ്കരെ, SP വിജയചന്ദ്രൻ തിരിഞ്ഞ് ടൈഗർ ശങ്കർമേനനെ നോക്കി. ടൗണിലെ കമ്മത്തിൻ്റെ ജുവലറിയിൽ നിന്ന് ഒരു പരാതി ഉടൻ കിട്ടും. 100 പവൻ സ്വർണം അവിടെ നിന്ന് മോഷണം പോയി എന്ന് പറഞ്ഞ് ചിലങ്കയെ പ്രതിയാക്കി കേസ് ഫയൽ ചെയ്യുക. അവളെ പിടികൂടുമ്പോൾ തൊണ്ടിയായി ആ 100 പവൻ കിട്ടുമല്ലോ. പക്ഷേ അവളെ കിട്ടണ്ടേ? കിട്ടും. എവിടെ പോയാലും അവൾ തിരിച്ചു വരും, നമ്മുടെ മുൻപിലേക്ക്. എങ്ങനെ? SP വിജയചന്ദ്രൻ്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായി. ചിലങ്കയുടെ അമ്മ സുധയ്ക്ക് എന്ത് പ്രായം വരും? ഏറിയാൽ ഒരു 44 മതി. SP വിജയചന്ദ്രൻ ഒന്ന് തലകുലുക്കി. സുധ അങ്ങ് പോവട്ടെ. അമ്മ ചത്തു എന്നറിയുമ്പോൾ ചിലങ്ക വരും. ലോകത്തിൻ്റെ ഏതു കോണിൽ നിന്നും പറന്നു വരും അവള്. ടൈഗർ ശങ്കർ മേനൻ്റെ കണ്ണുകൾ ഒന്ന് മിന്നി. അവരുടെ അറസ്റ്റ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ അല്ലേ? SP വിജയചന്ദ്രൻ തിരിഞ്ഞ് CI മാർട്ടിൻ ജോസിനെ നോക്കി. ഇല്ല സർ. എങ്കിൽ ചെല്ല്. മകൾ മോഷണക്കേസിൽ പ്രതിയായതറിഞ്ഞ് അപമാനഭാരം നിമിത്തം അമ്മ തൂങ്ങി മരിച്ചു. അങ്ങനെ വേണം സ്റ്റോറി ഫ്രെയിം ചെയ്യാൻ. അവരുടെ വീട്ടിൽ വെച്ച് തന്നെ മതി. സുധയെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. സാറേ, പബ്ലിക്കിൻ്റെ മുൻപിൽ വെച്ച അവരെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ മാർട്ടിൻ ജോസിൻ്റെ മുഖത്ത് ഒരു സംശയഭാവമുണ്ടായി. സാരമില്ല, നമ്മൾ കേസെടുക്കാതെ പുറത്തുവിട്ടു എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് എഴുതി വാങ്ങിച്ചോ അവരുടെ കയ്യിൽ നിന്ന്, ഒരു സേഫ്റ്റിക്ക്. തലകുലുക്കിക്കൊണ്ട് CI മാർട്ടിൻ ജോസ് തിരിഞ്ഞു. മാർട്ടിനെ, SP വിജയചന്ദ്രൻ ധൃതിയിൽ പിന്നാലെ എത്തി. ജീവനോടെ വേണം കെട്ടിത്തൂക്കാൻ. മാർട്ടിൻ ജോസ് വിജയചന്ദ്രനെ ഒന്ന് നോക്കി. പിന്നെ തലകുലുക്കി പുറത്തേക്ക് നടന്നു. അടുത്ത ഭാഗം നാളെ.